പ്രൈസ് ദി ലോർഡ്. Praise the Lord. അനുഗ്രഹീതമായ നല്ല സന്ധ്യയുടെ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും വേഗപ്രദനായ യേശു കർത്താവിൻ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നിങ്ങളോടൊരുമിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി കർത്താവിനെ വാഴ്ത്തുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഈ രാത്രിയിൽ ദൈവവചനത്തിന് മുൻപാകെ നമ്മുടെ ഹൃദയത്തെ കൊണ്ടുവരാം. കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും വിശേഷിച്ച് ഇവിടെയുള്ള ദൈവമക്കൾക്കും വന്ദനം. നിങ്ങളെ ചിലരെ എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും ഫോണിൽ കൂടെയൊക്കെ സംസാരിച്ച് പരിചയമുണ്ട്. എല്ലാവർക്കായി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് തിരുവെഴുത്തിലേക്ക് ശ്രദ്ധയെത്തിയിരിക്കുന്നു. കർത്താവിന് മടങ്ങി വരവ് താമസമായാൽ നാളെ മുഖാമുഖം കണ്ട് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ കർത്താവ് അവസരം നൽകട്ടെ. നമ്മൾ പലപ്പോഴും പ്രസംഗ ചിന്തകൾ അല്ലെങ്കിൽ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വാക്യം വായിച്ചുകൊണ്ടൊക്കെ പ്രസംഗിക്കുന്ന രീതിയായിരിക്കാം. എന്നാൽ ഇന്ന് സന്ധ്യയിൽ എൻ്റെ ഹൃദയത്തിനകത്തെ നിയോഗം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ പലപ്പോഴും ഉളവാകുന്നതും നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും ചോദിക്കുന്നതുമായ ഒരു ചോദ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ ചോദ്യത്തെ ബേസ് ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അതിനൊരു മറുപടി കണ്ടെത്തുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. സൂം മീറ്റിങ്ങിൻ്റെ പരിമിതി എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാതിരിക്കരുത്. നിങ്ങളാരും വെറുതെ പോകില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അല്പം ഗൗരവമുള്ള കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തലൊക്കെ നാളെ കർത്താവ് വെച്ചാൽ ചെയ്യാം. വളരെ പ്രാർത്ഥനയോടെ നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രകളിൽ വിവിധ സമയങ്ങളിൽ കർത്താവിനെ കണ്ടുമുട്ടിയവരാണ് ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്നത്. ഒരുപക്ഷെ ഒരു വർഷം വിശ്വാസ ജീവിതമായവരായി ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ 10-30 വർഷങ്ങളായി ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടാകാം. വിവിധ കാലഘട്ടങ്ങളുടെ ദൈർഘ്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. എന്നാൽ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഇത്രയും നാളുള്ള ജീവിതയാത്രയിൽ നമ്മൾ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്താണ്? കർത്താവേ, ഞങ്ങൾ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചു. നാമധേയ ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹങ്ങളിൽ നിന്ന് വിവിധ മത സാഹചര്യങ്ങളിൽ വിവിധ നിലകളിൽ മുന്നോട്ട് പോയിരുന്ന സ്ഥാനത്ത് നിന്ന് കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിച്ച നമ്മൾ ജീവിതയാത്രയിൽ കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ചിന്ത അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുമ്പോൾ എല്ലാം സന്തോഷകരമായി പോകുമെന്നാണ്. എല്ലാം സന്തോഷകരമായി പോകുന്നു. എന്നാൽ പ്രതീക്ഷിച്ചതിന് വിരോധമായി പലപ്പോഴും ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഞെരുക്കങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ആ സന്ദർഭത്തിൻ്റെ നടുവിൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുമായി നമ്മെ കമ്പയർ ചെയ്യും. മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ ദൈവത്തെ വചനപ്രകാരം അനുസരിക്കാത്ത ലോകമനുഷ്യരെന്ന് നമ്മൾ പറയുന്ന ആൾക്കാരുമായി നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉള്ള അത്രയും പ്രതിസന്ധി അവർക്കില്ല, നമുക്കുള്ള അത്രയും കഷ്ടം അവർക്കില്ല, നമുക്കുള്ള അത്രയും പോരാട്ടം അവർക്കില്ല, നമുക്കുള്ള അത്രയും പ്രതികൂലങ്ങൾ അവർക്കില്ല. അവർക്ക് കാര്യങ്ങൾ എല്ലാം സുഗമമായി പോകുന്നു, നമ്മൾ കാര്യങ്ങൾ സുഗമമായി പോകുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ദൈവമക്കൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയൊക്കെ ഉപവസിച്ചിട്ടും കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നിട്ടും ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കാത്തവരായി ആരുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലുമൊക്കെ സാഹചര്യം, ഒരുപക്ഷെ ഞാൻ പറഞ്ഞ പോലെയുള്ള വാക്കുകളിൽ ചോദിച്ചില്ലെങ്കിലും ഇതിന് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ആശയത്തിൽ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ക്രിസ്തീയ ജീവിതത്തിൽ 99%. അങ്ങനെയുള്ള വ്യക്തികൾ എന്തുകൊണ്ട് ദൈവമക്കൾക്ക് കഷ്ടതകൾ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് ദൈവമക്കൾക്ക് പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് ദൈവമക്കൾക്ക് മറ്റുള്ള ജാതികളെ പോലെ അവർക്ക് എല്ലാം സുഗമമായിരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തെ സേവിച്ചിട്ട് സ്നേഹിച്ചിട്ട് പ്രതിസന്ധികൾ ഉണ്ടാകുന്നു
എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഒരു മറുപടി കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഈ സന്ധ്യയിലെ ദൈവവചന ധ്യാനത്തിൽ കൂടെ. ഞാൻ വളരെ ശാന്തമായിട്ട് എൻ്റെ പരിമിതി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ചിന്തിക്കുന്നത്. എനിക്കിതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ശുശ്രൂഷിക്കുന്ന ഒരു മനുഷ്യനാണ് കർത്താവ് എന്ന് വെച്ചാൽ നാളെ നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷിക്കാം. ഓക്കെ, വളരെ പ്രാർത്ഥനയോടെ ഇങ്ങനെ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് ചോദിക്കാത്തവരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ദൈവത്തോട് ചോദിക്കാൻ റൈറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ദൈവവേദന ദൈവത്തോട് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ, അങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാകാം. ചിലർ പറയും അങ്ങനെ ചോദിക്കാൻ പാടില്ല, ദൈവത്തെ ചോദ്യം ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ചിലർ പറയും അങ്ങനെ ചോദിക്കുന്നതിനകത്ത് തന്നെ തെറ്റ്, ദൈവത്തോട് നമുക്ക് ചോദിച്ചൂടെ. ഈ രണ്ട് അഭിപ്രായവും ഉണ്ടാകും. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ, വചനം എന്ത് പറയുന്നു എന്നുള്ളതല്ലേ നമ്മുടെ ആധികാരികത. ഒരു ദൈവം ഇതിനെ ചോദ്യം ചെയ്യാൻ, ദൈവത്തോട് അങ്ങനെ ചോദിക്കാൻ, ദൈവത്തെ കർത്താവ് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വരുന്നതെന്ന് ചോദിക്കാൻ റൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും ഉണ്ടെന്ന് തന്നെയാണ് വചനം പഠിപ്പിക്കുന്നത്. അതെന്താ കാരണം? ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവത്തെ അനുസരിച്ചാൽ, ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ ജീവിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും ഒരു ദൈവവൈതൽ നിന്നും? ദൈവത്തെ സേവിക്കാത്തവർക്കും ദൈവത്തെ അനുസരിക്കാത്തവർക്കും ദൈവകൽപ്പന അനുസരിക്കാത്തവർക്കും എന്ത് സംഭവിക്കുമെന്നും വചനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഒരു തെളിവ് പറയാം. ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം ഒന്ന് എടുക്കാമോ? ആവർത്തന പുസ്തകം ആരെങ്കിലും ഒരു ഭാഗം ഒന്ന് വായിച്ചാൽ നല്ലതാണ്. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഈ ഭാഗചിന്തയിലേക്ക് പോകാം. ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിച്ചേക്കാമോ? യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുൻപിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകും. യഹോവ നിന്റെ താങ്ക് യു. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കണ്ട, നിങ്ങൾ എപ്പോഴേലും സൗകര്യം പോലെ വീട്ടിൽ വായിച്ചാൽ മതി. ഞാൻ അതിൻ്റെ 1-ാമത്തെ ഭാഗം ഒന്ന് വായിച്ചത്. ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എഴുതിയിരിക്കുകയാണ്, നിന്റെ ദൈവമായ യഹോവ ആകുന്ന ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന എൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ ഭൂമിയിലുള്ള സകല ജാതികളെക്കാൾ നീ ഉന്നതനായിത്തീരും. അപ്പൊ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന ഒരു ദൈവവേദൽ ഉന്നതനാകും എന്നുള്ളത് ദൈവത്തിന്റെ പ്രോമിസിൽപ്പെട്ട കാര്യമാണ്. 2, അവൻ എന്നാ സംഭവിക്കും? അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, കന്നുകാലി അനുഗ്രഹിക്കപ്പെടും, മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും കുട്ടയും അനുഗ്രഹിക്കപ്പെടും, പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും, വയലിൽ അനുഗ്രഹിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ദൈവത്തെ സേവിച്ചാൽ, പരമാർത്ഥതയോടെ ദൈവത്തെ സേവിച്ച് മുന്നോട്ട് പോയാൽ അവനൊരു കുഴപ്പം വരത്തില്ല, അവൻ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രമാണം, ദൈവത്തിന്റെ വ്യവസ്ഥ, ദൈവത്തിന്റെ പ്രോമിസ്. എന്നാൽ താഴോട്ടുള്ള ഭാഗം വായിച്ചാൽ ദൈവകൽപ്പന അനുസരിക്കാത്തവർക്ക് വരുന്ന ശിക്ഷാവിധി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച ശേഷം നമ്മുടെ ജീവിതമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി, ലോക മനുഷ്യരിലേക്കൊന്ന് നോക്കി, ഈ പറഞ്ഞതും സംഭവിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസം. നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. ദൈവത്തെ സേവിക്കാത്തവർക്ക് ഒരു കുഴപ്പമില്ല, ദൈവത്തെ പ്രാർത്ഥിക്കാത്തവർക്ക് ഒരു കുഴപ്പമില്ല, ഉപവസിക്കാത്തവർക്ക് കുഴപ്പമില്ല, ദൈവത്തെ ഭയപ്പെടാത്തവർക്ക് കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ സിനിമയും കണ്ട് കള്ളും കുടിച്ച് ലോകപ്രകാരം നടന്ന് സകല തെറ്റിലും ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്ക് ഒരു കുഴപ്പമില്ല. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വചനം അനുസരിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുകയും സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും ദൈവിക ശുശ്രൂഷകൾ ശുഷ്കാന്തി കാണിക്കുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ ലോക മനുഷ്യനില്ലാത്ത പ്രതികൂലം. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ദൈവം പറഞ്ഞതൊന്ന് ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു പോകും, നിശ്ചയമായിട്ടും ചോദിച്ചു പോകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു ദൈവവേദന കഷ്ടതയുണ്ടാകുന്നത്? ഈ ചോദ്യം നമ്മളല്ല തുടങ്ങിയത്, പഴയ നിയമ ഭക്തന്മാർ തുടങ്ങി വെച്ചതാണ്. നല്ല ദൈവ പൈതലിന്റെ ഉത്തമ ഉദാഹരണം വേദപുസ്തകത്തിൽ പഠിച്ചാൽ, പുതിയ നിയമത്തിന്റെ ഭാഷ പറഞ്ഞാൽ ഒരു പുതിയ നിയമ പൈതൽ
നീതീകരിക്കപ്പെട്ട ദൈവവേദലാണ്, നീതിമാനെന്ന. റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടിട്ട്. അപ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നീതിമാന്മാരാണ് ദൈവമക്കൾ. വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പൊതുവെ ദൈവമക്കളെ നീതിമാൻ എന്ന് വിളിക്കാമെങ്കിൽ, നീതിമാന് ഒരു നല്ല ഉദാഹരണം വേദപുസ്തകത്തിൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ ഓടി വരുന്ന ആദ്യത്തെ മനുഷ്യൻ പഴയ നിമിത്തിലെ ഇയ്യോബാണ്. അവൻ നീതിമാനാണെന്ന് വേദപുസ്തകം പറയുന്നു. ഇയ്യോബ് ദൈവത്തോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ദൈവമേ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? എന്താണ് അവൻ ചോദിച്ചതെന്നറിയാമോ? ആ മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുക, ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിക്കുന്നത് മനുഷ്യരോടോ? എൻ്റെ ക്ഷമ അറ്റുപോകാതിരിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചേ. 21 ഇയ്യോബിന്റെ പുസ്തകം 21-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം മുതൽ. വേഗത്തിൽ വായിക്കണം, ഇത്ര സമയം എടുക്കരുത്. വളരെ പരിമിത സമയം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. സ്തോത്രം. ഞാൻ സങ്കടം പറയുന്നത് മനുഷ്യനോടോ? എന്റെ ക്ഷമ അറ്റുപോകാതിരിക്കുന്നത് എങ്ങനെ? ആ. എന്നെ നോക്കി ഭ്രമിച്ചു പോകുവിൻ, കൈകൊണ്ട് വായു പൊത്തിക്കൊള്ളുവിൻ. ശ്രദ്ധിച്ച ആ വാക്യം തുറന്നു വായിക്കണം. ഞാൻ സങ്കടം പറയുന്നത് മനുഷ്യനോടോ? എൻ്റെ ക്ഷമ അറ്റുപോകാതിരിക്കുന്നത് എങ്ങനെ? ആരാ പറയുന്നത്? വേദപുസ്തകത്തിലെ നീതിമാനെന്ന് വിശേഷിക്കപ്പെട്ട ദൈവപൈതലായ ഇയ്യോബ്. തൻ്റെ ഫ്രസ്ട്രേഷന്റെ നടുവിൽ ദൈവത്തോട് പറയുന്നത് കേട്ടോ, ഞാൻ സങ്കടം ബോധിപ്പിക്കുന്ന മനുഷ്യനോട്. നമ്മുടെ നാടൻ ഭാഷയിലേക്ക് അതൊന്ന് കൊണ്ടുവന്ന് നോക്കി. ഞാൻ സങ്കടം പറയുന്നത് മനുഷ്യനോടാണോ? എൻ്റെ കൺട്രോൾ പോകുന്നുണ്ട് കേട്ടോ എന്നാണ് ഇയ്യോബ് പറയുന്നത്. എൻ്റെ ക്ഷമ അറ്റുപോകാതിരിക്കുന്നത് എങ്ങനെ? എന്താ ഇയ്യോബേ നിന്റെ പ്രശ്നം? താഴോട്ട് വായിച്ചോളൂ. എന്നെ നോക്കി ഭ്രമിച്ചു പോകുവിൻ, കൈകൊണ്ട് വായു പൊത്തിക്കൊള്ളുവിൻ. ഓർക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു, എന്റെ ദേഹത്തിന് വിറയൽ പിടിക്കുന്നു. ദുഷ്ടന്മാർ ജീവിച്ചിരുന്ന് വാർദ്ധക്യം പ്രാപിക്കുകയും അവർക്ക് ബലം വർദ്ധിക്കുകയും ചെയ്യുന്നത് എന്ത്? അവരുടെ സന്താനം അവരോടുകൂടെ അവരുടെ മുമ്പിലും അവരുടെ വംശം അവർ കാണുകയും ഉറച്ചു നിൽക്കുന്നു. അവരുടെ വീടുകൾ ഭയം കൂടാതെ സുഖമായിരിക്കുന്നു. ദൈവത്തിന്റെ വടി അവരുടെ മേൽ വരുന്നതുമില്ല. അവരുടെ കാള ഇണചേരുന്നു, നിഷ്ഫലമാകുന്നില്ല. അവരുടെ പശുക്കിടാവിന് കരു അഴിയുന്നത്. അവർ കുഞ്ഞുങ്ങളെ ആട്ടിൻകൂട്ടത്തെ പോലെ പുറത്തയക്കും. മതി, അവിടെ നിൽക്കട്ടെ. ബാക്കി നിങ്ങൾ വീട്ടിൽ വായിച്ചാൽ മതി. ഞാൻ എന്തിനാ വേദഭാഗം വായിക്കുന്നറിയോ? നമുക്ക് ഈ വിഷയ സംബന്ധമായി ഒരു ബോധ്യം വരേണ്ടതിനാണ്. എനിക്ക് ആ ഭാഗമൊക്കെ പറഞ്ഞു വിടാൻ അറിയാൻ വെച്ചിട്ടല്ല, നമ്മൾ വ്യക്തമായി വേദപുസ്തകത്തിലുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. ശ്രദ്ധിച്ചേ, ഈ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ക്ഷമ അറ്റുപോകാതിരിക്കുന്നത് എങ്ങനെ? ഞാൻ സങ്കടം ബോധിപ്പിക്കുന്ന മനുഷ്യനോടാണോ? എന്താണ് ഇയ്യോബിന്റെ പ്രശ്നം? ദുഷ്ടന്മാർ ജീവിച്ചിരുന്ന് വാർദ്ധക്യം പ്രാപിക്കുന്നു. അവരുടെ മക്കൾക്കൊരു കുഴപ്പമില്ല, അവരുടെ വീട്ടിലൊരു പ്രശ്നമില്ല, അവരുടെ ഭൗതിക നന്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ഇയ്യോബിന്റെ പ്രശ്നം എന്താണ്? ജീവിതത്തിൽ സകലവും നഷ്ടപ്പെട്ട മനുഷ്യൻ. ഇയ്യോബിന്റെ നഷ്ടത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അല്പം ആഴമായി പഠിക്കണം. സാധാരണ നിലയിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രസംഗം ഇയ്യോബിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ പ്രസംഗമൊക്കെ കേട്ടത് ഇയ്യോബിനൊരു രോഗം വന്നെന്നും മക്കൾ മരിച്ചു പോയെന്നും ഒക്കെയാണ്. എന്നാൽ അല്പം കൂടെ ആഴങ്ങൾ ആ ഭാഗത്തിനുണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ പഠനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇയ്യോബിന്റെ കഷ്ടത അറിയണമെങ്കിൽ, ഇയ്യോബിന്റെ കഷ്ടതയുടെ ആഴം അറിയണമെങ്കിൽ, ഇയ്യോബിന്റെ ശ്രേഷ്ഠതയുടെ ഉയരം ആദ്യം അറിയണം. ഒരു വിഷയത്തിന്റെ ഉയരം അറിഞ്ഞെങ്കിൽ മാത്രമേ ആ വിഷയത്തിന്റെ താഴ്ച, ആ വിഷയത്തിൽ ഉണ്ടാകുന്ന താഴ്ച അത്രയും ഡെപ്തിൽ മനസ്സിലാകുകയുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഞാനിങ്ങനെ പറയാം, നമ്മുടെ നമുക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കുഞ്ഞുങ്ങൾ നിങ്ങളുടെ റൂമിൽ ഓടിക്കളിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സോഫായെ കയറും, താഴോട്ട് ചാടും. പപ്പായും മമ്മിയും പറയണം, മോനെ ചാടല്ലേടാ, താഴെ വീണാൽ കാല് മുറിയും അല്ലെങ്കിൽ കാല് വേദനിക്കും എന്ന് പറയും. കുഞ്ഞുങ്ങൾ അത് കേൾക്കുകയല്ല. അവര് ചാടുകയും സോഫായിൽ കയറി മറിയുകയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് താഴോട്ട് വീണ് നമ്മൾ ഓടിച്ചെന്ന് എടുത്ത് അവനെ ഉമ്മുമൊക്കെ സാരമല്ലോ മോനെ പോട്ടെ എന്നൊക്കെ പറയുകയും ചെയ്യും. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഒരു സോഫയിൽ നിന്ന് വീണാൽ ഇത്രയേ ഉള്ളെന്നുള്ളത് വലിയ വാക്കും ഭാഷയും കൂടാതെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. എന്നാൽ അതേ കുഞ്ഞൊരു 2-ാം നിലയുടെ മേളിൽ നിന്ന് വീണാൽ ഒരപ്പനും ഒരമ്മയും എടുത്ത് വാരി പിടിച്ചിട്ട് ഉമ്മയും കൊടുത്ത് സാരമില്ല മോനെന്ന് പറയില്ല. കാരണം
വീഴ്ചയുടെ ഉയരം നന്നായി ആ മാതാപിതാക്കന്മാർക്ക് ഗൗരവത്തോടെ മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ ഇയ്യോബിന്റെ ഉയർച്ചയുടെ ആഴം അറിയുമ്പോഴാണ് അവൻ അനുഭവിച്ച കഷ്ടതയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നു ഇയ്യോബിന്റെ ഉയരത്തിന്റെ പ്രത്യേകത? എന്തായിരുന്നു ഇയ്യോബിന്റെ ശ്രേഷ്ഠത? വായിക്കാം 29-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യം. വേഗത്തിൽ വായിച്ചാട്ടെ ഇയ്യോബിന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യം. ഇയ്യോബ് പിന്നെയും സുഭാഷിതം ചൊല്ലിയെന്തെന്നാൽ, അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ, ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്കുമീതെ പ്രകാശിച്ചു. അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എന്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. ശ്രദ്ധിക്കൂ, താഴോട്ട് വായിക്കണം. ആദ്യത്തെ ഭാഗം ഒന്ന് വായിക്കട്ടെ. ഇയ്യോബ് പറയാണ്, ഇയ്യോബ് പിന്നെ സുഭാഷിതം ചൊല്ലിയത് എന്തെന്നാൽ, ദൈവമേ, പണ്ടത്തെ നാളുകളിലെന്ന പോലെ എൻ്റെ നാളുകളായെങ്കിൽ കൊള്ളാമായിരുന്നു. എന്താണ് ഇയ്യോബിന്റെ പണ്ടത്തെ നാളിന്റെ പ്രത്യേകത? വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുളിൽ കൂടെ എന്ന പോലെ നടന്നു. എൻ്റെ കൂടാരത്തിനകത്ത് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരുന്നു. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ ശ്രദ്ധിച്ച്, നമ്മളൊക്കെ ദൈവത്തെ ആരാധിക്കുന്നവരാ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാ. നമ്മുടെയൊക്കെ സഭായോഗങ്ങളിൽ നമ്മൾ പാട്ടുപാടി ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുകയും ആത്മാവിൽ ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ അങ്ങനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ സാധാരണയിൽ കവിഞ്ഞ് ഒരു ഞായറാഴ്ച നമ്മുടെ സഭായോഗത്തിനകത്ത് സാധാരണ ഒരു പാട്ട് പാടി ആരാധിക്കുന്നത് 10-15 മിനിറ്റാണ്. ആ 15 അല്ലെങ്കിൽ അരമണിക്കൂർ ഒരു പാട്ട് പാടി ആ പാട്ടിന്റെ ഒടുവിലത്തെ സ്റ്റാൻസ് പാടുമ്പോൾ 3-4 മിനിറ്റ് ആത്മാവിലെ അന്യഭാഷയിൽ സംസാരിക്കുന്നവരാണ് ദൈവമക്കൾ കൂടുതലും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു യോഗത്തിൽ 10-20 മിനിറ്റ് ആത്മാവിൽ നിറഞ്ഞ് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ എല്ലാ ഭാഷ മാറും. പാസ്റ്ററോട് പറയും, പാസ്റ്ററെ, കുറെ ആഴ്ചകൾക്ക് ശേഷം ഭയങ്കര ദൈവ സാന്നിധ്യമായിരുന്നു. അങ്ങനെ പറയാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? കൂടി വന്നാൽ സാധാരണയിൽ നിന്ന് 10-15 മിനിറ്റ് കൂടുതൽ അന്യഭാഷ പറഞ്ഞു. നമ്മൾ പറയാം ഭയങ്കര ദൈവ സാന്നിധ്യമായിരുന്നെന്ന്. എന്നാൽ ഈ മനുഷ്യനെ ശ്രദ്ധിച്ചു നോക്കിയേ, ഇവൻ പറയുകയാണ്, എൻ്റെ കൂടാരത്തിനകത്ത് ദൈവത്തിന്റെ സഖ്യതയുണ്ടായിരുന്നു. അത്യുന്നതൻ എന്നോട് കൂടെ വസിച്ചു. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്ന് സന്ധ്യയിൽ? ദൈവമക്കളെ, ഒരു മനുഷ്യൻ ഭാര്യ ഭർത്താവിനോട് ഒരുമിച്ച് പാർക്കുന്നത് പോലെ, ഭർത്താവ് ഭാര്യയോട് ഒരുമിച്ച് പാർക്കുന്നത് പോലെ, ഭാര്യയും ഭർത്താവും താമസിക്കുന്ന വീട്ടിൽ അവരോട് ചേർന്നവരുടെ മക്കൾ പാർക്കുന്നത് പോലെ, ഒരു വീട്ടിനകത്ത് 2 വ്യക്തികൾ ഒരുമിച്ച് പാർക്കുന്നത് പോലെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരനുഭവം ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു ഇയ്യോബ് എന്നാണ് അവിടെ പറയുന്നത്. എൻ്റെ വീട്ടിനകത്ത് ദൈവത്തിന്റെ സഖ്യതയുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെ ഒരു സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കാൻ കൊതിക്കുന്നുണ്ടോ? അങ്ങനൊരു സാന്നിധ്യം നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇന്ന് സന്ധ്യയിൽ ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം. ദൈവ സാന്നിധ്യം കൊതിക്കുന്നവനെ അതിനകത്തേക്ക് നടത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞിട്ടില്ല. വേദപുസ്തകം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഇയ്യോബിന്റെ ആത്മിക ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ, ഇയ്യോബിനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, ദൈവം പറയുകയാണ്, എൻ്റെ ദാസനായ ഇയ്യോബ് ഭക്തനാണ്, നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടകലുന്നവനാണ്. ശ്രദ്ധിച്ചേ, ആരാ പറഞ്ഞത്? ദൈവം ഇയ്യോബിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. നമ്മളെ കുറിച്ച് ദൈവം പറയുമോ? ഇങ്ങനെ പറയുമോ? എൻ്റെ ദാസന് അല്ല എൻ്റെ ദാസി ഒരു ഭക്തനാണെന്നും ഭക്തയാണെന്നും ദോഷം വിട്ടകലുന്ന വ്യക്തിയാണെന്നും നല്ല സാക്ഷ്യത്തോടെ ജീവിക്കും ദൈവം നമ്മളെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ ദൈവം ഇയ്യോബിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. നമ്മളെ കുറിച്ച് എന്നാ പറയും? അതവിടെ നിൽക്കട്ടെ. നമ്മളെ കുറിച്ച് പറയുന്നത് ഇപ്പൊ നമ്മൾ പറയണ്ട, ധ്യാനിച്ചു മൗനമായിരുന്നാ മതി. ശ്രദ്ധിച്ചേ, രണ്ടാമത്തേത്, പിശാച് ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു കേട്ടോ, വെറുതെയോ അവൻ ഭക്തനായിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ലോകത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് നല്ലത് പറയാത്ത വ്യക്തിത്വത്തിന് ഉടമയാണ് പിശാച്.
വേദപുസ്തകത്തിൽ പിശാചിനെ കുറിച്ച് പറയുന്നത് അവൻ അപവാദിയാണ്. 2, പിശാച് ഭോഷ്ക് പറയുന്നവനും അവന്റെ അപ്പനുമാണെന്നാണ് വേദപുസ്തകം പറയുന്നത്. ഞാൻ വേദപുസ്തകത്തിലെ വാക്യം ഉപയോഗിക്കുന്നത്, എനിക്കത് അത്ര ഇഷ്ടമല്ലാത്ത പദമാണ്, എങ്കിലും വേദപുസ്തകം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അങ്ങനെ പറയാം. ഭോഷ്ക് പറയുന്ന, അപവാദം പറയുന്ന, ആരെയെങ്കിലും ഒരു അവസരം കിട്ടിയ അപവാദം പറയുന്ന ഒരു നേച്ചറാണ് പിശാചിൻ്റെത്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ പഴയ നിയമത്തിലെ സഖരിയ പ്രവചനത്തിനകത്ത് സെരുബാബേലിന്റെ കാലഘട്ടത്തിൽ ഒരു പുരോഹിതനുണ്ട്, യോശുവ. അവനെ ദൈവം തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയ. ദൈവത്തിന് അവനെ കുറിച്ച് പറയാനുള്ള സാക്ഷ്യം ഇതാണ്, ഞാൻ അവനെ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളി. അപ്പൊ ദൈവം തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയായി കണക്കാക്കുന്ന യോശുവയുടെ വസ്ത്രത്തിൽ ഒരു ചെറിയ ചെളിയുടെ മാർക്ക് ഇരുന്നപ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്ത് അവന്റെ പൗരോഹിത്യ ശുശ്രൂഷയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിച്ചവനാണ് പിശാച്. ദൈവം പറഞ്ഞ ആ വസ്ത്രമൊക്കെ ഊരിക്കളഞ്ഞ് പരിപാടി കഴിഞ്ഞല്ലോ, ഞാൻ തെരഞ്ഞെടുത്ത മനുഷ്യനാണ് യോശുവ. അപ്പോൾ ഒരവസരം കിട്ടിയാൽ ആരെയും അപവാദം പറയുന്ന നേച്ചറിന്റെ ഉടമയായ പിശാച് പറയോ, വെറുതെയോ ഇയ്യോബ് ഭക്തനായിരിക്കുന്നത്. അപ്പൊ പിശാചിനാൽ നല്ല സാക്ഷ്യം പ്രാപിച്ചവൻ. പിശാച് നമ്മളെ കുറിച്ച് എന്നാ പറയും എന്നുള്ളതും ഞാൻ ചോദിക്കുന്നില്ല. 3, ഇവന്റെ സ്നേഹിതന്മാരോട് ചോദിക്കണം. സ്നേഹിതന്മാർക്ക് പറയാനുള്ളത് ഇയ്യോബ് ഭക്തനാണെന്ന് വിശദീകരിക്കുന്നില്ല. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, 4, അവനെ കുറിച്ച് എന്നാ പറയുന്നത്, ഞാനൊരു വാക്കുകൊണ്ട് പോലും ദൈവത്തോട് ദോഷം ചെയ്തിട്ടില്ലെന്നാണ്. അപ്പൊ ദൈവത്തോട് വാക്കുകൊണ്ട് പോലും ദോഷം ചെയ്തിട്ടില്ലെന്ന് നല്ല മനസാക്ഷിയോടെ പറയാൻ കഴിയുന്ന ഭക്തനാണ് ഇയ്യോബ്. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, എനിക്ക് മനുഷ്യരോടും ദൈവത്തോടും കുറ്റമറ്റ മനസാക്ഷിയാണ്. സ്തോത്രം. ഈ കർത്തൃമേശമുള്ള സമയത്താണ് പലപ്പോഴും അത് പറയുന്നത്, ഞാൻ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ആയിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് കർത്തൃമേശ എടുക്കാൻ താല്പര്യമുണ്ട്, ആമേൻ പ്രാർത്ഥിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പൗലോസ് പറയുന്നത് അങ്ങനെയല്ല, ഞാൻ മനുഷ്യരോടും ദൈവത്തോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ആയിരിക്കാൻ ശ്രമിക്കുന്നെന്നാ. പൗലോസിന് പോലും ആ കാര്യത്തിൽ വലിയ ഉറപ്പില്ല, ഭക്തനായ പൗലോസിന്. പക്ഷെ ഈ മനുഷ്യൻ പറഞ്ഞു കേട്ടോ, ഞാൻ ദൈവത്തോടൊരു വാക്കുകൊണ്ട് പോലും കുറ്റം ചെയ്തിട്ടില്ല. ഇനിയും 4-മത്തെ വ്യക്തിത്വം ഭാര്യ, ഇയ്യോബിന്റെ ഭാര്യ. പുള്ളിക്കാരി എന്നാ പറയുന്നേ, ഹല്ലേലൂയ, നീ നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെയാ. എന്തിനാ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? പോയി ചത്തുകളയല്ലോ അച്ഛാ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ സഹോദരി അച്ഛനെ കുറിച്ച് പറഞ്ഞ പദം നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയായിരിക്കും? സ്തോത്രം. ഇനി വേണ്ട, ദൈവവും പിശാചും ഒക്കെ നമ്മളെ കുറിച്ച് നല്ല സാക്ഷ്യം പറഞ്ഞാലും, കൂട്ടുവിശ്വാസം നല്ല സാക്ഷ്യം പറഞ്ഞാലും, നമ്മുടെ ഭാര്യ നമ്മളെ കുറിച്ച് എന്നാ പറയും, നമ്മുടെ ഭർത്താവ് നമ്മളെ കുറിച്ച് എന്നാ പറയും? സ്തോത്രം. ഒറിജിനൽ അറിയാവുന്നവർ അവർക്കാണല്ലോ, അവരെന്നാ പറയും? നല്ലത് പറയുമോ? അങ്ങനെ പറഞ്ഞു കിട്ടിയാൽ രക്ഷപ്പെട്ടെന്ന. അപ്പൊ ഭാര്യയ്ക്ക് നല്ല സാക്ഷ്യം, ആമേൻ, അവന് നല്ല സാക്ഷ്യം, സ്നേഹിതർക്ക് നല്ല സാക്ഷ്യം, പിശാചിനാൽ നല്ല സാക്ഷ്യം, ദൈവത്താൽ നല്ല സാക്ഷ്യം പ്രാപിച്ച ഭക്തനായ ഈ മനുഷ്യൻ അവൻ പറയാണ്, ദൈവം എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ എന്നോട് കൂടെ പാർക്കുന്നത് പോലെ ദൈവം എൻ്റെ കൂടെ വസിച്ച നാളുകൾ, പണ്ടത്തെ നാളുകൾ. അതിന്റെ അർത്ഥം എന്നാ? ഇയ്യോബിന്റെ സ്പിരിച്വൽ സ്റ്റാറ്റസ് ഹൈ ആണ്. അതാണ് 1-മത്തെ ചിന്ത. ഇനി വായിച്ചാട്ടെ 29-മത്തെ തുടർന്നുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ. എന്റെ കൂടാരത്തിന് ദൈവത്തിന് സാഹിത്യം ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോട് കൂടെ വസിക്കുകയും എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എന്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. അടുത്ത വാക്യം. അതിൽ ഞാൻ എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി വായിച്ചോളൂ. അടുത്ത വാക്യം ഇവിടെ. പാറ എനിക്ക് തൈലം നദികളെ ഒഴുക്കി തന്നു. നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. 2-മത്തെ ചിന്ത എന്താണ്? അന്ന് ഞാൻ എൻ്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി, പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നു. സ്തോത്രം. ദൈവമക്കളെ, ഇതിനകത്തിരിക്കുന്ന എത്ര പേര് വെണ്ണ കൊണ്ട് കാല് കഴുകിയിട്ടുണ്ട്? സത്യം പറയണം. ഹല്ലേലൂയ. നിങ്ങളെ ആയുസി ചെയ്തിട്ടില്ലെന്നുള്ളത് എനിക്കറിയാം. ഇനി വേണ്ട, എന്നായിരിക്കും നമ്മുടെ സ്ഥിതി? നമ്മള് ഈ ആൽഡിയിലും പിന്നെ ലിഡിലും സെയിൻസ്ബറിയിലും ഒക്കെ പോകും. തണുപ്പായതുകൊണ്ട് പോയി വാസലിൻ മേടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു പൗണ്ടും 99 പെൻസിന്റെയും വിലയുള്ള ഏറ്റവും വില കുറഞ്ഞ വാസലിൻ മേടിക്കും.
കാശില്ലാത്തതുകൊണ്ടല്ല നമ്മൾ ചെലവ് ചുരുക്കുന്ന. എന്നിട്ട് ഈ തണുപ്പത്ത് അത് ഇട്ട് തീർന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു പിന്നെ അതിനകത്ത് വിരലിട്ട് മാന്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ശരിയല്ലേ? കളയാൻ മടിയല്ലേ? 1 രൂപയുടെ വാസലിൻ മേടിച്ചിട്ട് തീർന്നിട്ടും അതിന്റെ ബോട്ടിൽ കളയാതെ സന്ധ്യയായി ഉഷസമായി 7-ാം ദിവസവും വിരലിടുന്ന ടീമുകളാണ് നമ്മള്. കാല് വെണ്ണ കൊണ്ട് കഴുകിയിട്ടുണ്ടോ? ഈ മനുഷ്യൻ വെണ്ണ കൊണ്ട് കാല് കഴുകിയെന്ന. 2, പാറ എനിക്ക് തൈലനദി ഒഴുക്കി തന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇദ്ദേഹം കുളിക്കുന്നത് സുഖചികിത്സ എന്ന് പറയും നാടൻ മലയാളത്തിൽ. ഇവിടെ ചിലരൊക്കെ നമ്മുടെ നാട്ടിൽ ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ നാട്ടിൽ ചില സമയത്ത് ഈ ആയുർവേദ ട്രീറ്റ്മെന്റിന് വരുമ്പോ ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് ആയുർവേദ ട്രീറ്റ്മെന്റ് നടത്തുന്നവർ നന്നായി ഞെക്കിയെന്ന് പിഴിയും എല്ലാ നിലയിലും. എന്നിട്ട് പറയും അടുത്ത വർഷം ഇതേ സമയത്ത് ചെയ്യണം. അങ്ങനെ കണ്ടിന്യൂസ് 3 വർഷം ചെയ്യണമെന്ന് പറഞ്ഞാണ് ആദ്യത്തെ വർഷത്തെ ഉഴിച്ചിലും കഴിഞ്ഞ് വിടുന്നത്. ആ പുള്ളി അന്ന് പോയതാ ഗൾഫിൽ, പിന്നെ 4 കൊല്ലത്തേക്ക് നാട്ടിലേക്ക് വന്നിട്ടില്ല. കാര്യം ആദ്യത്തേതിന്റെ ചെലവിന്റെ കേട് ഇതുവരെ തീർന്നിട്ടില്ല. മനസ്സിലാവുന്നോ? ഒരു 10 ദിവസം ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന നല്ലൊരു ചെലവാണെങ്കിൽ ഈ മനുഷ്യനെ ശ്രദ്ധിച്ചു നോക്കിയേ, ഇദ്ദേഹം കുളിക്കുന്നത് തന്നെ തൈലനദിയിലാണെന്ന്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മനസ്സിലാവുന്നോ? ഇനിയും പോരാ, ഇദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് വേദപണ്ഡിതാക്കൾ പറയുന്നത് 11,000 മൃഗസമ്പത്തുണ്ടായിരുന്ന ഈ മനുഷ്യന്റെ കന്നുകാലിയുടെ തൊഴുത്തിന്റെ നീളം 11.25 കിലോമീറ്റർ ആയിരുന്നെന്നാ. ഓ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇയ്യോബിന്റെ കന്നുകാലിയുടെ തൊഴുത്ത് 11.25 കിലോമീറ്റർ ആയിരുന്നു. നമ്മള് ശ്രദ്ധിച്ച് 2 മുറി ബോക്സ് ടൈപ്പ് 2 മുറിയുള്ള ഒരു വീട് മേടിച്ചിട്ട് മോർഗേജ് അടയ്ക്കാൻ കിടന്ന് പാടുപെടുക 2 ഡ്യൂട്ടി ചെയ്തിട്ട്. 11.25 കിലോമീറ്റർ നീളമുള്ള പശുത്തൊഴുത്തുണ്ടായിരുന്ന ഈ മനുഷ്യന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മനസ്സിലാകുമോ? അങ്ങനെയാണെങ്കിൽ സ്പിരിച്വൽ സ്റ്റാറ്റസ് മാത്രമല്ല, ഇവന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഹൈ ആണ്. 3-ാമത്തെ ചിന്ത താഴ്ത്തു വായിച്ചിട്ട് അടുത്ത വാക്ക. അവൻ പട്ടണത്തിലേക്ക് ചെന്ന് ഞാൻ പുറപ്പെട്ട പട്ടണത്തിലേക്ക് പടിവാതിൽക്കൽ ചെന്നു. വിശാല സ്ഥലത്തിന്റെ ഇരിപ്പിടം വയ്ക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കും. വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും. പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായ് പൊത്തും. ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അടങ്ങും. അവിടെ നാവ് അണ്ണാക്കോട് പറ്റും. മതി ശ്രദ്ധിച്ചേ, എല്ലാം വായിച്ചു വിടാൻ സമയമില്ല. ഞാൻ പട്ടണത്തിൽ ചെന്ന് എന്റെ വിശാല സ്ഥലത്തിന്റെ സിംഹാസനം വെക്കുമ്പോൾ യൗവനക്കാർ ഓടി ഒളിക്കും എന്ന് പറഞ്ഞാൽ, ഇയ്യോബ് അപ്പച്ചൻ ജംഗ്ഷനിലോട്ട് ഇറങ്ങി ചെന്നാൽ ചെറുപ്പക്കാരെല്ലാം പറഞ്ഞു, അപ്പച്ചൻ വരുന്നുണ്ട്, വിട്ടോ, ഇവിടെ നിൽക്കണ്ട. അവർ ഓടി ഒളിക്കും. യൗവനക്കാരൊന്നും ഇയ്യോബിന്റെ മുമ്പിൽ നിൽക്കില്ലായിരുന്നു. 2, വൃദ്ധന്മാർ എഴുന്നേറ്റു നിൽക്കും എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത് സാധാരണ നിലയിൽ പ്രായം കുറഞ്ഞവര് പ്രായം കൂടിയവരെ കാണുമ്പോഴാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇവിടെ വൃദ്ധന്മാർ ഇയ്യോബിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു. അതിന്റെ അർത്ഥം എന്നാ? ഇയ്യോബ് റെസ്പെക്ട് ചെയ്യാൻ യോഗ്യനായ മനുഷ്യൻ എന്നാണ്. ഇനിയും പ്രഭുക്കന്മാർ വായ് പൊത്തി നിൽക്കും. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഉന്നതന്മാരുടെ സംസാരം അടങ്ങും എന്ന് പറഞ്ഞാൽ വിഐപികളും ഇയ്യോബിനെ കണ്ട മിണ്ടുകല. ശ്രദ്ധിച്ചേ, വീട്ടിന് പുറത്തേക്ക് ഇറങ്ങിയാൽ യൗവനക്കാർ ബഹുമാനിക്കുന്ന, വൃദ്ധന്മാർ ബഹുമാനിക്കുന്ന, വിഐപികൾ ബഹുമാനിക്കുന്ന, വിവിഐപികൾ ബഹുമാനിക്കുന്ന ജീവിതത്തിന്റെ ഉടമയാണ് ഇയ്യോബെങ്കിൽ ഇയ്യോബിന്റെ സോഷ്യൽ സ്റ്റാറ്റസ് ഈസ് ഹൈ. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഹൈ ആണ്, സ്പിരിച്വൽ സ്റ്റാറ്റസ് ഹൈ ആണ്, സോഷ്യൽ സ്റ്റാറ്റസ് ഹൈ ആണ്. എല്ലാ നിലയിലും സാമൂഹികമായും ആത്മീകമായും സാമ്പത്തികമായും ആർക്കും തുല്യത പറയാനില്ലാത്ത നിലയിലുള്ള ജീവിതത്തിന്റെ ഉടമയായിരുന്നു ഇയ്യോബ്. എന്നാ ഈ മനുഷ്യന് പറ്റിയത്? ഇവന് രോഗം വന്നെന്ന് വേഗത്തിൽ പറഞ്ഞു വിടരുത്. ആ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. എന്താണ് ഇവന് സംഭവിച്ചത്? ഒന്ന് വായിച്ചേക്കുമോ? 2-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. 2:7 വേഗത്തിൽ വായിക്കണേ. ഇയ്യോബിന്റെ പുസ്തകം 2:7. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിനെ ഇളം കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. അവന് റോട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. ശ്രദ്ധിച്ചേ, അങ്ങനെ സാത്താൻ ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ട ശേഷം ഇയ്യോബിനെ പരുക്കളാൽ ബാധിച്ചു. അവനൊരു റോട്ട് കഷ്ണം എടുത്ത്
ചാരത്തിനകത്തിരുന്ന് തന്റെ ശരീരത്തെ ചുരണ്ടിക്കൊണ്ടിരുന്നു. ഇത്രയാണ് നമ്മൾ പ്രസംഗിച്ചു കേൾക്കുന്നത്. പക്ഷെ അത്രയല്ല, അതിന്റെ ആഴം ശ്രദ്ധിക്കണം. ഈ മനുഷ്യന്റെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ പരുക്കളാൽ ബാധിച്ചിട്ട് തന്നൊരു ഓട്ട് കഷ്ണമെടുത്ത് ശരീരത്തെ ചുരണ്ടുക. എന്താ കാര്യം? സാധാരണ നിലയിൽ ആരും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ്. ശരീരത്തിൽ ഒരു രോഗം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ പെട്ടെന്നൊന്നും ഓട്ട് കഷ്ണമെടുത്ത് ചുരണ്ടില്ല. എന്ന് പറഞ്ഞാൽ താൻ അനുഭവിക്കുന്ന ആ ശരീരത്തിലുള്ള പ്രതിസന്ധിക്കകത്ത് തനിക്ക് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട്. എന്താ സഹിക്കാൻ കഴിയാത്ത വേദന? അതറിയണമെങ്കിൽ 7-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കണം. 7-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം വായിച്ചട്ടെ. 7:5. എന്റെ ദേഹം മൺകട്ടയും ഉടുത്തിരിക്കുന്നു, എന്റെ ത്വക്കിൽ പുൺവായ്കൾ അടഞ്ഞ് വീണ്ടും പഴുത്തു പൊട്ടുന്നു. എന്റെ ദേഹം മുഴുവൻ മൺകട്ടയും ഉടുത്തിരിക്കുന്നു, എന്റെ ത്വക്കിൽ പുൺവായ്ക്കൾ അടഞ്ഞ് വീണ്ടും പൊട്ടുന്നു. എന്ന് പറഞ്ഞാൽ വസ്ത്രം ശരീരത്തെ കിടക്കുന്നത് പോലെ തന്റെ ശരീരത്തിലൊക്കെ പുഴുക്കളാ. ആ പുഴുക്കൾ ശരീരത്തിൽ കൂടെ അതിന്റെ ആ പുഴുക്കൾ ഇരിക്കുന്ന ഭാഗം പൊട്ടി ഒലിക്കുകയാണ്. തന്റെ ശരീരത്തിൽ നിന്ന് അങ്ങനെ കൂടെ പുഴുക്കൾ പുറത്തേക്ക് വരുന്നു. ഈ പുഴുക്കൾ പുറത്തേക്ക് വന്ന് തന്റെ ശരീരത്തിന്മേൽ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഈ മനുഷ്യൻ പറയുക, അയ്യോ, എങ്ങനേലും ഒന്ന് രാത്രി ആയാൽ ഇന്ന് കിടന്നുറങ്ങിയാൽ ഒരു ആശ്വാസം വരുമായിരുന്നു. ആ മനുഷ്യന്റെ പ്രാർത്ഥന, വളരെ ആഗ്രഹം. ആ അധ്യായത്തിനകത്ത് 13-ാമത്തെ വാക്യത്തിനകത്ത് വായിച്ചാൽ കാണും, എന്റെ കട്ടിൽ എന്നെ ആശ്വസിപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ, എന്റെ മെത്ത എന്റെ വ്യസനം ശമിപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ, ഞാൻ സ്വപ്നം കൊണ്ട് അരട്ടുക. എന്ന് പറഞ്ഞാൽ എങ്ങനേലും ഒന്ന് കിടന്നാൽ, കട്ടിലോട്ടൊന്ന് പോയി കിടന്നാൽ ഒരു ആശ്വാസം വരും. കാര്യം പകല് മുഴുവൻ ഓട്ട് കഷ്ണം എടുത്ത് ചൊരണ്ടിക്കൊണ്ടിരിക്കുക. ശരീരത്തിന്റെ പുൺവായ്ക്കൾ അടഞ്ഞു പൊട്ടുകയാണ്. പൊട്ടുക എന്ന് മാത്രമല്ല, അതിനകത്തേക്ക് പുറത്തേക്ക് വരുന്ന പസും ബ്ലഡും കൂടെ ചേർന്ന് 30-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. വാക്യം ഒന്ന് വായിച്ചു, 30-ന്റെ 18 വാക്യം വായിച്ചേക്കാം. വേണമെങ്കിൽ ഞാൻ വായിച്ചേക്കാം. അതിന്റെ എന്റെ വസ്ത്രം വിരൂപമായിരിക്കുന്നു. മതി ഉഗ്രബലത്താൽ എന്റെ വസ്ത്രം വിരൂപമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെയുള്ള ഈ പുഴുക്കളുടെ ആ പുൺവായ്ക്കളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പസും ബ്ലഡും കൂടെ ശരീരത്തിലുള്ള വസ്ത്രത്തെ പിടിച്ചിട്ട് വസ്ത്രം അങ്ങ് സ്റ്റിഫായി, ഉഗ്രബലത്താൽ എന്റെ വസ്ത്രം വിരൂപമായി തീർന്നു. അങ്ങനെ തന്റെ ശരീരത്തിൽ ഇങ്ങനെ ബ്ലഡും പസും ഇങ്ങനെ പൊട്ടി ഒഴുകുക. അതിനകത്ത് വേദന സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഒരു ഓട്ട് കഷ്ണമെടുത്ത് ചുരണ്ടിക്കൊണ്ട് ഈ മനുഷ്യൻ പറയുക, എങ്ങനെയും സന്ധ്യ ആയിരുന്നെങ്കിൽ എന്റെ മെട്ടയിലോട്ടൊന്ന് പോയി കിടന്നാൽ എനിക്ക് ഉറക്കം വരുമായിരുന്നല്ലോ. പക്ഷെ ഈ മനുഷ്യൻ പറയുകയാണ്, അത് കുറച്ച് കഴിഞ്ഞപ്പോ കിടന്നു കഴിഞ്ഞെ പറയാം, അത് വെറും സ്വപ്നമായിരുന്നു. കാര്യം എന്നാന്നറിയാമോ? അതിന്റെ 4-ാമത്തെ വാക്യം, 30-ന്റെ 17-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ വായിക്കുന്ന 30-ന്റെ 17 അത് വായിച്ചതേ. രാത്രി എന്റെ അസ്ഥികളെ തുളച്ചെടുത്ത് കളയുന്നു, എന്നെ കടിച്ചു കാരുന്നവർ എന്ത് ചെയ്യുന്നില്ല? ഉറങ്ങുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ പറയാ, രാത്രി ആയാൽ കട്ടിലെ കിടന്നാൽ ഒരു ആശ്വാസം വരുമെന്ന്. പക്ഷെ കട്ടിലെ കിടന്നെ പറയാ, അയ്യോ, അത് ഒരു സ്വപ്നമായിരുന്നല്ലോ. എന്നാ കാര്യം എന്ന് അറിയാമോ? 30-ന് 18-ന് 17 വായിച്ച ഇങ്ങനെയാണ്, എന്നെ കടിച്ചു കാരുന്നവർ ഉറങ്ങുന്നില്ല. അവർ എന്ത് ചെയ്യുന്നു? എന്റെ രാത്രി എന്റെ അസ്ഥികളെ തുളച്ചെടുത്ത് കളയുന്നു, എന്നെ കടിച്ചു കാരുന്നവർ ഉറങ്ങുന്നില്ല. എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പുഴുക്കൾ ഇദ്ദേഹത്തിന്റെ ശരീരത്തെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുക, കടിച്ചു വലിക്കുക. തനിക്ക് അനങ്ങാൻ പറ്റാത്ത നിലയിൽ വേദന സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഈ മനുഷ്യൻ കരയുന്ന കരച്ചിൽ 7-ാമത്തെ അദ്ദേഹത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, കിടക്കും നേരം ഞാൻ എപ്പോൾ എഴുന്നേൽക്കുമെന്ന് പറയുന്നു, രാത്രിയോ ദീർഘിച്ചു കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം?
കർത്താവേ, ഇവൻ പറയാ പകല് മുഴുവൻ ഈ അസ്വസ്ഥത അനുഭവിച്ചിട്ട് ഈ മനുഷ്യൻ പറയാ എങ്ങനെയും ഒന്ന് രാത്രി ആയിരുന്നു കൊള്ളായിരുന്നു, കട്ടിലേൽ കിടന്ന ഒരു ആശ്വാസം വരുമായിരുന്നു, മെത്ത എനിക്കൊരു ആശ്വാസം നൽകുമായിരുന്നു. പക്ഷെ കിടന്നുണ്ടെ പറയുക കേട്ടോ, രാത്രി മുഴുവൻ പകലുണ്ടായിരുന്ന ഈ പുൻവായ്ക്കൾ അടഞ്ഞു പൊട്ടുന്ന അസ്വസ്ഥതയിൽ ഓട്ട് കഷ്ടമെടുത്ത് ചുരണ്ടിക്കൊണ്ടിരുന്ന ഈ മനുഷ്യൻ എങ്ങനെയും രാത്രിയായ മതി എന്നുള്ള ആഗ്രഹമാണ്. എന്തിനാ? കട്ടിലേ കിടന്ന ഒരു ആശ്വാസം വരുന്നു. സന്ധ്യയായി കട്ടിലേലോട്ട് കയറി കിടന്നപ്പോ കടിച്ചു കാർന്നവർ രാത്രി ഉറങ്ങുന്നില്ല എന്ന് പറയാൻ, പുഴുക്കൾ രാത്രിയിലും സഹിക്കാൻ വഴിയാത്ത നിലയിൽ ഈ മനുഷ്യനെ കടിച്ചു വലിക്കുകയാണ്. അതുകൊണ്ട് പറയുക, അയ്യോ രാത്രിയോ ദീർഘിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, കർത്താവ് എന്തൊരു നീളമായി രാത്രിക്ക്, നേരം വെളുക്കുന്നില്ലല്ലോ, നേരം വെളുക്കുന്നില്ലല്ലോ. ശ്രദ്ധിച്ചേ, പകലായാൽ മുഴുവൻ ഇദ്ദേഹത്തിന് ആഗ്രഹമല്ല, എങ്ങനെയും സന്ധ്യയാകണം, കിടക്കണം, എങ്ങനെയും സന്ധ്യയാകണം. സന്ധ്യയാകുമ്പോൾ എന്തുവാ പറയുന്നത്? രാത്രിയായെന്നാ പറയുന്നത്. അയ്യോ എന്നൊരു നീളമായി ഇത് രാത്രിക്ക്, നേരം വെളുക്കുന്നില്ലല്ലോ, നേരം വെളുക്കുന്നില്ലല്ലോ. അതിന്റെ അർത്ഥം പകലും രാത്രിയിലും ഈ മനുഷ്യന് ഉറക്കമില്ല. ഭയങ്കര വേദനയിൽ കൂടെ മനുഷ്യൻ കടന്നു പോവുകയാണ്. കഴിഞ്ഞിട്ടില്ല. ഈ മനുഷ്യൻ പറയുന്ന ഒരു വല്ലാത്ത അസ്വസ്ഥതയുണ്ട്. 30-ാമത്തെ അദ്ദേഹത്തിന്റെ 10-ാമത്തെ വാക്യം എന്നറിയാം, വായിക്കാമോ? 30-ന്റെ 10. അവർ എന്നെ അകന്നു നിൽക്കുന്നു, എന്നെ കണ്ട് തുപ്പുവാൻ ശങ്കിക്കുന്നില്ല. ഈ മനുഷ്യനെ കാണാൻ വരുന്നവർ കണ്ടിട്ട് അറച്ചു മാറി നിൽക്കുന്നു. എന്നിട്ട് പറയുക, അവരെന്നെ തുപ്പാൻ ശങ്കിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ഈ മനുഷ്യനെ കാണാൻ വന്നാൽ അറിയാതെ തുപ്പിപ്പോവുക. അതിന്റെ കാരണമല്ല, അവൻ നാറ്റം സഹിക്കാൻ കഴിയാത്ത നിലയിൽ തന്റെ ശരീരത്തിന്റെ വ്രണത്തിന്റെ വല്ലാത്ത ദുർഗന്ധം വെളിപ്പെടുകയാണ്. ഇനിയോ ഇദ്ദേഹത്തിന്റെ സ്ഥിതി എന്താണ്? 19-ാമത്തെ അധ്യായം 14 മുതലുള്ള വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. 19-ന്റെ 14 മുതലുള്ള വാക്യത്തിൽ എഴുതിക്കുന്നു, എന്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി, എന്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു, എന്റെ വീട്ടിൽ പാർക്കുന്നവരും എന്റെ ദാസികളും എന്നെ അന്യനായി എണ്ണുന്നു. ഞാൻ അവർക്ക് പരദേശിയായി തോന്നുന്നു. എന്റെ ദാസനെ വിളിച്ച് അവൻ വിളി കേൾക്കുന്നില്ല, എന്റെ വായ് കൊണ്ട് അവനോട് യാചിക്കേണ്ടി വരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇന്നലകളിൽ സമൂഹം ബഹുമാനിച്ചു കൊണ്ടിരുന്ന, ഇന്നലകളിൽ മനുഷ്യർ ആദരിച്ചു കൊണ്ടിരുന്ന, VVIPകൾ വായ്പൊത്തി നിന്ന് ബഹുമാനിച്ച, വൃദ്ധന്മാർ ബഹുമാനിച്ച, യൗവനക്കാർ ബഹുമാനിച്ച ഈ മനുഷ്യന്റെ അടുക്കൽ ഇപ്പൊ വേലക്കാര് പറയുക, ഒരു സ്ട്രേഞ്ചറെ ഡീൽ ചെയ്യുന്നത് പോലെ തന്റെ വീട്ടിലെ വേലക്കാർ തന്നെ ഡീൽ ചെയ്യുന്നു. അവർക്ക് ഞാൻ പരദേശിയായി തോന്നുന്ന, എന്നിട്ട് ദാസനോട് യാചിക്കേണ്ടി വരുന്നു. എടാ എന്നെ ഒന്ന് തിരിച്ചു കിടത്തുന്ന വേലക്കാരനോട് യാചിക്കേണ്ടി വരുന്നു. ആര്? ശമ്പളം കൊടുക്കുന്ന ഈ യജമാനായ ഇയ്യോബിന്. കഴിഞ്ഞിട്ടില്ല. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, എന്റെ ശ്വാസം എന്റെ ഭാര്യയ്ക്ക് അറപ്പും, എന്റെ യാചന എന്റെ ഉടപ്പിറന്നവൾക്ക് അവൻ അസഹ്യവുമായിരിക്കുന്നു. പിള്ളേരും എന്നെ ബഹുമാനിക്കുന്നത് എന്ന് വെച്ചാൽ കൊച്ചുമക്കളാ, മക്കളെല്ലാം മരിച്ചുപോയി. അപ്പോ ഭാര്യ പറഞ്ഞ കേട്ടോ, എന്റെ പൊന്നച്ച സഹിക്കാൻ പറ്റുന്നില്ല, എന്തൊരു നാറ്റമായത്, ഇങ്ങനെ ജീവിക്കുന്നതൊക്കെ നല്ല ചത്തുകളാ, ജീവിതത്തിലെ എല്ലാ സാഹചര്യത്തിലും കൂടിരുന്നോളാമെന്ന് ഉഭയസമ്മതം ചെയ്ത് കൂടെ കൂടിയ ഭാര്യയ്ക്ക് പോലും സഹിക്കാൻ കഴിയാത്ത നിലയിൽ ജീവിതത്തിൽ നാറ്റം വമിക്കുക. മനുഷ്യൻ കണ്ടാൽ തുപ്പുവാൻ ശങ്കിക്കുന്നില്ല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ദൈവമക്കളെ, നമ്മളൊക്കെ രോഗികളെ കാണാറുണ്ട്. ബ്ലഡ് സോർബ് ആകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. മെഡിക്കൽ സയൻസിലുള്ളവരാണല്ലോ നിങ്ങൾ, മെഡിക്കൽ ഫീൽഡിലുള്ളവരാണല്ലോ. മനുഷ്യന്റെ ശരീരം അഴുകുന്നതാണ് ഏറ്റവും വലിയ ദുർഗന്ധം. നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പേഷ്യന്റിന് നിങ്ങൾ ബ്ലഡ് സോർബായി, എത്ര ദുർഗന്ധമാണേലും നിങ്ങളും തുപ്പുകയല്ല, അവരെ കാണാൻ വരുന്ന ഒരു തുപ്പുകയല്ല. കാര്യം അത് നമ്മുടെ മാന്യതയുടെ ഭാഗമാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ? അയ്യോ, എന്നെ കാണുന്നവർ തുപ്പുവാൻ ശങ്കിക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്നാ? അവരെ അറിയാതെ ചെയ്തു പോകുന്നതാ, മാന്യത ഇല്ലാഞ്ഞിട്ടല്ല. അത്രയ്ക്ക് ദുർഗന്ധം. യൗവനക്കാർ ബഹുമാനിച്ച, വൃദ്ധന്മാർ ബഹുമാനിച്ച, ഉന്നതന്മാർ ബഹുമാനിച്ച, ആത്മീയമായും ഭൗതികമായും ശ്രേഷ്ഠതയുണ്ടായിരുന്ന ഈ മനുഷ്യൻ ശ്രദ്ധിച്ചേ, വേലക്കാരോട് യാചിക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക്, അവൻ തന്റെ വീട്ടിൽ പാർക്കുന്നവരോട് കെഞ്ചേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക്,
വല്ലാതെ മാനസികമായി ശാരീരികമായി തകർന്നു. മനസ്സിലാവുമോ? സമ്പത്ത് മുഴുവൻ ശത്രു കൊണ്ടുപോയി, ശരീരം തകർന്നു, ജീവിതത്തിൽ ഉണ്ടായിരുന്ന ബഹുമാനമെല്ലാം നഷ്ടപ്പെട്ടു. തന്നെ സ്നേഹിച്ച തന്റെ സ്നേഹിതന്മാർ ആശ്വസിപ്പിക്കാൻ വന്നിട്ട് അവരെ കുറിച്ച് വായിക്കുന്നവർ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഈ സ്ഥിതി എല്ലാം കൂടെ കണ്ടോണ്ട് ഈ കൂട്ടുകാർ പറയുക, നല്ല സാക്ഷ്യം പറഞ്ഞ കൂട്ടുകാർ പറയുക, വെറുതെ ഒന്നും ഇങ്ങനെ സംഭവിക്കുകയില്ല, എന്റെ കയ്യിലിരിപ്പ് കൊണ്ടാന്ന്. അപ്പൊ ജീവിതത്തിൽ വല്ലാത്ത നിലയിൽ ഈ മനുഷ്യൻ തകർന്നു, എല്ലാ മേഖലകളിലും തകർന്നു. ഉന്നത നിലവാരമുണ്ടായിരുന്നവൻ, നല്ല ദൈവകൃപ ഉണ്ടായിരുന്നവൻ, നല്ല ദൈവിക സാക്ഷ്യം ഉണ്ടായിരുന്നവൻ, എല്ലാ നിലയിലും തകർന്നു. അവൻ ദൈവത്തോട് പറയുകയാണ്, ഞാൻ സങ്കടം പറയുന്നത് മനുഷ്യനോടോ, എന്റെ ക്ഷമയറ്റു പോകാതിരിക്കുന്നത് എങ്ങനെ? കർത്താവെ, ദുഷ്ടന്മാർ ജീവിച്ചിരുന്ന വാർദ്ധക്യം പ്രാപിക്കുന്നു, അവരുടെ തലമുറകൾക്കൊരു കുഴപ്പമില്ല, അവരുടെ പശുക്കിടാക്കളുടെ കരുവഴിയുന്നില്ല, അവരുടെ മൃഗസമ്പത്തിന് കുഴപ്പമില്ല, അവരുടെ ഭൗതിക നന്മക്ക് കുഴപ്പമില്ല, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? ഈ മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവം അവനോട് മറുപടി പറഞ്ഞില്ല. ആ ചോദ്യത്തിന് ദൈവം ഒരു മറുപടി കൊടുത്തില്ല വേദപുസ്തകത്തിൽ. പല പ്രാവശ്യവും ദൈവത്തോട് ചോദിച്ചു. എന്നിട്ട് അവനെ തന്നെ ശ്രമിക്കുന്നത്, ഇങ്ങനെ ഒരു ജനിക്കാതെ പോയെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവം ഒരു മറുപടി പറഞ്ഞില്ല. നിങ്ങൾ ശ്രദ്ധിച്ച രണ്ടാമത്തെ മനുഷ്യരെ കാണിക്കാം. 73-ാം സങ്കീർത്തനത്തിനകത്ത് ആസാബ് എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട്. 73-ാം സങ്കീർത്തനത്തിൽ ആസാബ് പറയുകയാണ്, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം, എങ്കിലും എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലുകൾ വഴുതിപ്പോയി. എന്താണ് ആസാഫേ നിന്റെ പ്രശ്നം? വായിച്ചാട്ടെ 73-ാം സങ്കീർത്തനം 3 മുതൽ വാക്യം. സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് എന്തോ തോന്നി? അസൂയ തോന്നി. അതെപ്പോഴേ ഈ അസൂയ തോന്നുന്നത്? സ്വോത്രം നമുക്കൊന്നും ഇല്ലാത്ത ഒരു സ്വഭാവമാണല്ലോ ഈ അസൂയ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, നമുക്ക് ജീവിതത്തിലില്ല. പിന്നെ ഉള്ളവരൊക്കെ കൃപയിൽ ആശ്രയിച്ച് ഇങ്ങനെ ഒതുക്കി വെച്ചേക്കുന്നതുകൊണ്ടിട്ട് ആരും അറിയുന്നുമില്ല. എപ്പോഴും അസൂയ തോന്നുന്നത്? എനിക്ക് ശ്രദ്ധിച്ചേ, എനിക്കൊരു മാരുതി 800 കാർ ഉണ്ടെന്ന് ചിന്തിക്കുക. എനിക്കൊരു മാരുതി 800 കാർ. നമ്മുടെ സാജു പാസ്റ്റർ മാഞ്ചസ്റ്ററിൽ വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹം ഒരു റേഞ്ച് റോവർ മേടിച്ചു. സ്വോത്രം. അദ്ദേഹം റേഞ്ച് റോവർ മേടിച്ചതിന് ശേഷമാണ് തലേ കൈവച്ചിട്ട് പറയുന്നത്, ഈ പാസ്റ്റർ പ്രശ്നം ഉണ്ടാക്കല്ലേന്ന്. ചിലത് കുഴപ്പമില്ല പാസ്റ്റർ, ആരും സ്വോത്രം പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അദ്ദേഹം റേഞ്ച് റോവർ മേടിച്ചു കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ 800 മേടിച്ചത്. ശ്രദ്ധിച്ചേ, അന്നേരം അദ്ദേഹത്തിന് എന്നോടുണ്ടാകുന്ന ഒരു വികാരത്തിന്റെ പേരാണ് എന്ത്? മനസ്സിലായോ? റേഞ്ച് റോവർ ഉള്ള മനുഷ്യര് മാരുതിക്കാറുള്ളവനോട് തോന്നുന്ന വികാരമാണോ അസൂയ? അങ്ങനെയാണെന്ന് പറയാൻ പറ്റുകയല്ല. പക്ഷെ തിരിച്ച് എനിക്ക് അദ്ദേഹത്തോടുണ്ടാകുന്ന വികാരം എന്നായിരിക്കും? നമുക്കിത് പ്രത്യേകിച്ച് പുറത്ത് വരുന്നില്ലെന്നല്ലേ ഉള്ളൂ. നമ്മൾ ദൈവമക്കളായതുകൊണ്ട് പുറത്ത് വെളിപ്പെടുത്തുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാവർക്കും ഈ വ്യാപാരമുണ്ട്. എന്നാലും എനിക്ക് അദ്ദേഹത്തോടുണ്ടാകുന്ന ആ സ്വഭാവത്തിന് പറയുന്ന പേര് അസൂയ. ശ്രദ്ധിച്ച്, ഈ മനുഷ്യൻ പറയുന്നത് കേട്ടോ, എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. എന്താ ആസാഫേ അഹങ്കാരികളോട് അസൂയ തോന്നാൻ കാര്യം? താഴോട്ട് വായിച്ചേ, എന്താ എഴുതിയിരിക്കുന്നത്? വേദന ഒട്ടുമില്ലല്ലോ, അവർക്ക് വേദന ഒട്ടുമില്ല, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു, അവരുടെ കണ്ണ് പുഷ്ടി കൊണ്ട് വായിച്ചു അവർ മർത്യരെ പോലെ ആകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു. താഴോട്ട് നിങ്ങൾ വീട്ടിൽ വായിച്ചത് സമയമില്ലാത്തോണ്ടാ. അവർക്ക് വേദന ഒട്ടുമില്ല, അവർ മറ്റു മനുഷ്യരെ പോലെ ആകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന് വേദന, അവരുടെ ശരീരം തടിച്ച് കൊഴുത്ത ഉരുണ്ടിരിക്കുന്നു. എന്താ ഈ ആസാഫിന്റെ പ്രശ്നം? പുള്ളിക്ക് 24 മണിക്കൂർ ഉപവാസ, കണ്ണും കുഴിഞ്ഞ് ഈ അലൂമിനിയം പാത്രത്തെ വണ്ടി കയറിയതുപോലെ കവിളുമൊക്കെ ഒട്ടി വല്ലാത്ത സ്ഥിതിയിൽ പുള്ളി ഇരിക്കുന്നു. എന്നാൽ പ്രാർത്ഥിക്കാത്ത ഉപവസിക്കാത്ത ഈ പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. രണ്ടുപേരെയും കൂടെ കമ്പയർ ചെയ്തപ്പോ ആസാഫിന് ഭയങ്കര പ്രശ്നം. ആസാഫ് പറയാ, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം, പക്ഷേ എനിക്ക് അഹങ്കാരികളോട്, ദുഷ്ടന്മാരുടെ അസൂയ കണ്ടിട്ട് അഹങ്കാരികളോട് അസൂയ തോന്നി. ഈ മനുഷ്യന് ഭയങ്കര പ്രശ്നം. അവൻ ദൈവസന്നിധിയിൽ ചെന്നു, കർത്താവേ എന്നാ ഇങ്ങനെ പ്രശ്നം ഇങ്ങനെ ഉണ്ടാകാൻ കാര്യം? ഈ മനുഷ്യനോട് ദൈവം സംസാരിച്ചതേ ഇല്ല. ഇപ്പൊ പഴയ നിയമത്തിലെ ഭക്തന്മാർ ഓരോരുത്തരായി ദൈവത്തോട് ചോദിക്കുക. ഇനി ഞാൻ ഒരാളെ കൂടെ കാണിക്കാം. ശ്രദ്ധിച്ചേ, 3-ാമത്തെ ആള് ഇരമ്യാവാ. ഇരമ്യാവിന്റെ പ്രശ്നം എന്നാ? ഇരമ്യാവ് പറയുകയാണ്, യഹോവേ, 12-ാമത്തെ അധ്യായം 1 പോലുള്ള വാക്യവാ, യഹോവേ ഞാൻ നിന്നോട് വാദിച്ചാൽ നീ മൗനമായിരിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം,
എനിക്ക് മുമ്പുള്ളവരൊക്കെ ഇതേ ചോദ്യം ചോദിച്ചിട്ട് ഈ ആസാബ് ഇയ്യോബ് മുതലുള്ള ഭക്തന്മാർ ഈ ചോദ്യം ചോദിച്ചത് നീ മിണ്ടിയിട്ടില്ലെന്ന് എനിക്കറിയാം. ഞാൻ ചോദിച്ചാൽ നീ മിണ്ടാൻ പോകുന്നില്ലെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്താ ഇയ്യോബിന്റെ യിരെമ്യാവിന്റെ പ്രശ്നം? വായിച്ചേ 12:1 മുതൽ. യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും. എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെ നിർഭയമായിരിക്കുന്നതെന്ത്? നീ അവരെ നട്ട് അവർ വേരൂന്നി വളർന്ന് ഫലം കായ്ക്കുന്നു. അവരുടെ വായിൽ നീ സമീപസ്ഥനായും അന്തരംഗത്തിൽ ദൂരസ്ഥനായും ഇരിക്കുന്നു. എന്നാൽ യഹോവേ, എന്നെ നീ അറിയുന്നു. മതി, ശ്രദ്ധിച്ചേ, മതി, നിൽക്കട്ടെ. യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ മൗനമായിരിക്കും, നീ നീതിമാനായിരിക്കും. എങ്കിലും ന്യായങ്ങളെ കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു. എന്താ പുള്ളിയുടെ പ്രശ്നം? ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്താ? അപ്പൊ പുള്ളിക്ക് പ്രശ്നമാണ്, ദുഷ്ടന്മാർക്ക് ഒരു കുഴപ്പമില്ല. എന്താ ഈ യിരെമ്യാവിന്റെ പ്രശ്നം? യിരെമ്യാവ് യഥാർത്ഥത്തിൽ ദൈവിക ശുശ്രൂഷ എത്തിക്കുക. ഈ മനുഷ്യൻ ഇതിനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ദൈവം പറയുകയാണ് നീ എൻ്റെ വേല ചെയ്യണം. പുള്ളി പറഞ്ഞു എനിക്ക് വേണ്ട, വേറെ ആരെങ്കിലും നോക്ക്, ഞാനൊരു ബാലകനാണ്. ദൈവം പറഞ്ഞു ഈ ബാലകനാന്ന് പറയരുത്, ഇടിക്കുവാനും പൊളിക്കുവാനും നിർമൂലമാക്കുവാനും പണിയുവാനും ഞാൻ നിന്നെ കണ്ടിരിക്കുക. അവൻ പറയും എനിക്ക് ഈ പരിപാടി പറ്റില്ല. ദൈവം പറയാൻ നീ അങ്ങനെ പറയണ്ട, നിന്നെ തന്നെ ഞാൻ ഈ വേലക്കാക്കും. ദൈവമായിട്ടുള്ള ആർഗ്യുമെന്റിന്റെ ഒടുവിൽ ദൈവം എന്നോട് പറയാണ്, യിരെമ്യാവേ നീ എന്ത് കാണുന്നു? അവൻ പറയാം ഞാനൊരു ജാഗ്രത ബദാം വൃക്ഷം കാണുന്നു. ദൈവം പറയുകയാണ് അതിന്റെ അർത്ഥം ഞാൻ നിന്നെ കരുതിക്കോളാം, ഞാൻ നിനക്ക് വേണ്ടി ജാഗരിച്ചോളാം. ദൈവം ഇവനെ വിളിച്ച് വേലക്കാക്കി. ഇവൻ പറയുന്നൊരു കാര്യമുണ്ട്, യഹോവേ നീ എന്നെ സമ്മതിപ്പിക്കുകയും, 20-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നല്ല, നീ എന്നെ ജബർദസ്തി നടത്തി വിളിച്ച് ഈ പരിപാടി ഏൽപ്പിച്ചതാണ്. എന്നിട്ട് എന്നാ പറഞ്ഞത്? എന്നെ ജാഗരിക്കും, എനിക്ക് വേണ്ടി കരുതിക്കോളും. ഈ മനുഷ്യൻ ദൈവത്തിന്റെ നിയോഗം അനുസരിച്ച് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഒന്നാന്തരം പ്രവചനദൂത് ഉള്ളിൽ കൊടുത്ത് ഈ മനുഷ്യനെ പറഞ്ഞു വിട്ടു. ഇവൻ അന്നത്തെ പുരോഹിതനായ പശൂർ പുരോഹിതന്റെ അടുക്കലേക്ക് പോയി. പശൂർ പുരോഹിതന്റെ അടുക്കൽ ചെന്നൊരു ദൂത് പറഞ്ഞപ്പോ യിരെമ്യാവ് വിചാരിച്ചു പശൂർ പുരോഹിതൻ ദൂത് കേട്ടപ്പോ ഗുണപ്പെടുവെന്നാ. പക്ഷേ ഈ മനുഷ്യൻ കൈ വലിച്ചൊരു ഒറ്റയടി ചെവുക്കല്ല് നോക്കി യിരെമ്യാവിന് കൊടുത്തു. സാഹസം ഹേതുവായി ഞാൻ നിലവിളിക്കേണ്ടി വരുന്നെന്നാ യിരെമ്യാവ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മീറ്റിങ്ങിന് ഇരുന്നിട്ട് അടി സ്വോത്രകാഴ്ചയായി മേടിച്ച മനുഷ്യനാണ് യിരെമ്യാവ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഞാൻ നിങ്ങളുടെ ഇടയിൽ 3 ദിവസം ശുശ്രൂഷിച്ച് പോരാൻ നേരം സാജു പാസ്റ്റർ എന്നെ മാറ്റി നിർത്തി 2 തല്ലും തന്നു വിട്ടാൽ എന്നായിരിക്കും എന്റെ സ്ഥിതി? മനസ്സിലാവുന്നില്ല, ചെയ്യുകയല്ല. അപ്പോ തല്ല് സ്വോത്രകാഴ്ചയായിട്ട് മേടിച്ച് യിരെമ്യാവ് പറയാ, ഇതാണോ വേല? ഇതാണോ വിളി? ഇങ്ങനാണോ ചെയ്യുന്നത്? നീ ഇങ്ങനാണോ കരുതുന്നത്? ശ്രദ്ധിച്ചു നോക്കിയേ. ഈ മനുഷ്യൻ പറയും എനിക്ക് ഈ പരിപാടിക്ക് താല്പര്യമില്ല, ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ മിണ്ടുകയല്ല. കാര്യം പണ്ടുള്ളവരൊക്കെ ചോദിച്ചിട്ട് മിണ്ടിയിട്ടുമില്ല. എന്നാലും ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് തല്ല് കിട്ടിക്കൊണ്ടിരിക്കുക, ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ജീവിതത്തിൽ വല്ലാത്ത പ്രതിസന്ധിയിൽ കൂടെ ഈ മനുഷ്യനും കടന്നു പോകുകയാണ്. ജീവിതത്തിന്റെ കഷ്ടങ്ങളുടെ ആഴം ഈ മനുഷ്യൻ അനുഭവിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇവനോടും ദൈവം സംസാരിച്ചില്ല. അപ്പോ ഇയ്യോബിനോട് സംസാരിക്കുന്നില്ല, ആസാബിനോട് ദൈവം മറുപടി പറയുന്നില്ല. ഇവരെല്ലാം ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. യിരെമ്യാവ് പറയുകയാണ്. ഇനി യെശയ്യാവ് ദൈവത്തോട് ചോദിച്ചു, യെശയ്യാവിനോട് ദൈവം മറുപടി പറഞ്ഞില്ല. അതുകൊണ്ടാണ് യിരെമ്യാവ് പറഞ്ഞത് ഞാൻ നിന്നോട് വാദിച്ചാൽ നീ മൗനമായിരിക്കും, ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ മിണ്ടുകയല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കുന്നത്. അവനോടും ദൈവം സംസാരിച്ചില്ല. ഇനി ഒരു മനുഷ്യൻ കൂടെ പഴയ നിയമത്തിൽ നിന്ന് 2 പേരെ കൂടെ കാണിച്ച കൺക്ലൂഷനിലേക്ക് വരാം. യെഹസ്കേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണാം. യെഹസ്കേൽ എന്താ ഈ മനുഷ്യന്റെ പ്രത്യേകത? നിങ്ങൾ വായിക്കണം വേദപുസ്തകത്തിൽ. ഞാൻ അല്പമൊക്കെ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്, ബൈബിൾ കോളേജുകൾ പഠിപ്പിക്കാറുണ്ട്. എൻ്റെ കൂടുതൽ ഇഷ്ടം പഴയ നിയമത്തിലെ പ്രവാചക പുസ്തകങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവാചകന്മാരിൽ ഒരാളാണ് യെഹസ്കേൽ. എന്താ ഈ മനുഷ്യന്റെ പ്രത്യേകത എന്നറിയാമോ? ഈ മനുഷ്യന്റെ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഒരു പ്രത്യേക നിലയിലാണ്. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിക്കണം. 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ
കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ദിവ്യ ദർശനങ്ങളെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുസ്തകം തുടങ്ങുന്നത്. എന്താണ് അതിന്റെ തുടക്കം? നിങ്ങൾ ശ്രദ്ധിച്ചേ, 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി. എന്താ ഈ 30-ാം ആണ്ടെന്ന് പറഞ്ഞാൽ? അങ്ങനെ ഒരു പദം പറയണമെങ്കിൽ അതിനകത്തൊരു അർത്ഥമുണ്ട്. ഈ പദം നമ്മൾ പഠിക്കണമെങ്കിൽ ഇത് താഴോട്ടുള്ള വാക്യങ്ങൾ കൂടെ പഠിച്ചാൽ മാത്രമേ ആ ഭാഗത്തിന്റെ അർത്ഥം മനസ്സിലാവും. നിങ്ങൾ ശ്രദ്ധിച്ചേ, താഴോട്ടൊന്ന് വായിച്ചേ. 4-ാം മാസം 5-ാം തീയതി ഞാൻ കെബാർ നദി തീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. യെഹോയാക്കീം രാജാവിന്റെ പ്രവാസത്തിന്റെ 5-ാം ആണ്ടിൽ മേൽപ്പറഞ്ഞ മാസം 5-ാം തീയതി തന്നെ കൽദയ ദേശത്ത് കെബാർ നദി തീരത്ത് വെച്ച് ബൂസിയുടെ മകൻ യെഹെസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ശ്രദ്ധിച്ചേ, നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ? ആദ്യത്തെ പദം പഠിക്കണമെങ്കിൽ, അതായത് 1-ാമത്തെ വാക്യം 30-ാം ആണ്ടെന്ന വാക്ക് പഠിക്കണമെങ്കിൽ താഴത്തെ പദം ശ്രദ്ധിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് 5-ാം തീയതി തന്നെ. 3-ാമത്തെ വാക്യം, കൽദയ ദേശത്ത് കെബാർ നദീ തീരത്ത് ബൂസിയുടെ മകൻ യെഹെസ്കേൽ പുരോഹിതന്. യെഹെസ്കേൽ നമ്മൾ പുരോഹിതനായിട്ടാണോ പഠിക്കുന്നത്, പ്രവാചകനായിട്ടാണോ പഠിക്കുന്നത്? യെഹെസ്കേൽ പ്രവാചകൻ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ യെഹെസ്കേൽ യഥാർത്ഥത്തിൽ പ്രവാചകനായിരുന്നില്ല. യെഹെസ്കേൽ പുരോഹിതനുണ്ടായ യഹോവയുടെ അരുളപ്പാടെന്ന. അപ്പൊ യെഹെസ്കേൽ ആരായിരുന്നു? പുരോഹിതനായിരുന്നു. ഇവിടെയാണ് 30-ാം ആണ്ട് എന്ന വാക്കിന്റെ പ്രത്യേകത. എന്താണ് 30-ാം ആണ്ടിന്റെ പ്രത്യേകത? പഴയ നിയമത്തിന്റെ ന്യായപ്രമാണം പഠിക്കുമ്പോൾ പഴയ നിയമത്തിന്റെ ഒരു പുരോഹിതൻ അഥവാ ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെടുന്ന ന്യായപ്രമാണത്തിന്റെ സിസ്റ്റം അനുസരിച്ചുള്ള ഒരു പുരോഹിതൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത് അവന്റെ 30-ാമത്തെ വയസ്സിലാണ്. നമുക്കറിയാം, ശലോമോൻ, ദാവീദിന്റെ മകനായ ശലോമോന്റെ കാലഘട്ടത്തിൽ ദൈവാലയം പണിത അനന്തരം പുരോഹിതന്മാരുടെ എണ്ണം കൂടിയതുകൊണ്ട് പുരോഹിതന്മാരെ കൂറുകളായി തിരിച്ച് ശുശ്രൂഷയ്ക്ക് അവരെ ആക്കി വെച്ചു. എണ്ണം വർദ്ധിച്ചതുകൊണ്ട്. അതുകൊണ്ട് തന്നെ പുരോഹിത ശുശ്രൂഷയ്ക്ക് അവസരം ലഭിക്കുക എന്ന് പറഞ്ഞത് ആയുസ്സിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരു അവസരമാണ്. ഒരിക്കൽ അവസരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. പഴയ നിയമത്തിന്റെ പൗരോഹിത്യം ശ്രദ്ധിച്ചു പഠിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യതയാണ് പഴയ നിയമത്തിന്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത്. ആണ്ടിൽ ഒരിക്കൽ മാത്രം അതിപരിശുദ്ധ സ്ഥലത്ത് കടന്നുപോയി മഹാപാപ പരിഹാര ശുശ്രൂഷ ചെയ്ത അനന്തരം മഹാപുരോഹിതൻ ആലയത്തിന്റെ പുറത്തെ പ്രാകാരത്തിൽ നിൽക്കുന്ന ജനത്തിന്റെ മുകളിലേക്ക് മുഖത്തേക്ക് നോക്കി അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് കരമുയർത്തി ജനത്തെ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹ വാക്കുകൾ കേൾക്കുന്ന എല്ലാ മനുഷ്യനും ആ ആണ്ട് മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. അതാണ് അന്നത്തെ മഹാപുരോഹിതന്റെ വാക്കിന്റെ പ്രത്യേകത. ആ ശുശ്രൂഷ ചെറുതല്ല. അതിനുവേണ്ടി ഒരു വിളി ഉണ്ടായാൽ ആ വിളി ലഭിക്കുന്ന ആ മനുഷ്യൻ വിളി ലഭിച്ച അന്നു മുതൽ അതിനുവേണ്ടി ഒരുക്കപ്പെടും. ശ്രദ്ധിക്കൂ, 30-ാമത്തെ വയസ്സിലാണ് അവൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യെഹെസ്കേൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ട ജീവിതമുള്ള മനുഷ്യനാണ്. അവന്റെ ജീവിതത്തിൽ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടാൽ പഴയ നിയമത്തിലെ മഹാപുരോഹിതന്മാർ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെടുന്ന അന്നു മുതൽ ജീവിതം ഒരു തപസ്യയായി ദൈവസന്നിധിയിൽ വിധേയപ്പെടുത്തി ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിന്റെ സന്നിധിയിൽ കൃപ പ്രാപിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടും. ആ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നത് വരെ സമർപ്പിക്കപ്പെട്ട ജീവിതത്തിന്റെ, പ്രാർത്ഥനാനിരതമായ ജീവിതത്തിന്റെ, ഉപവാസ ജീവിതത്തിന്റെ ഉടമയാണ് ഒരു പുരോഹിതൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യെഹെസ്കേൽ എന്ന് പറയുന്ന മനുഷ്യനെ ശുശ്രൂഷയ്ക്കായി ദൈവം വിളിച്ചു. ആ ശുശ്രൂഷയ്ക്ക് വിളിച്ച അന്നു മുതൽ അവൻ അതിനുവേണ്ടി സമർപ്പിച്ച് ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവകൃപ പ്രാപിച്ചും മുന്നോട്ട് പോയി. ആ ശുശ്രൂഷയുടെ സമയമായപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി, അടുത്ത പദം, ഞാൻ കെബാർ നദീതീരത്തിരിക്കുമ്പോൾ. പ്രവാസികളുടെ നടുവിൽ കെബാർ നദീതീരത്ത്. ഇവൻ എവിടെ ഇരിക്കുന്നത്? കെബാർ നദീതീരത്ത്. എന്താ കെബാർ? ഇറാഖിൽ കൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ് നദിയുടെ കൈത്തോടാണ്, കൈവഴിയായി ഒഴുകുന്ന ചെറിയ തോടാണ് കെബാർ എന്ന് പറയുന്നത്.
അതിന്റെ തീരത്തിരിക്കുക ഈ മനുഷ്യൻ. എന്ന് പറഞ്ഞാൽ 30-ാമത്തെ വർഷം ഇവൻ ശുശ്രൂഷ സമയമായപ്പോഴത്തേന് നെബൂഖദ്നേസർ ബാബിലോണിൽ നിന്ന് വന്ന് യെരൂശലേം ദൈവാലയം തകർത്ത് അതിന്റെ ആലയം വക ഉപകരണങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോയി ആലയത്തിൽ അവരുടെ ക്ഷേത്രത്തിൽ മറച്ചു വെക്കുകയും ഇസ്രായേൽ യഹൂദന്മാരെ മുഴുവൻ പ്രവാസത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു. ആ കൂട്ടത്തിൽ യെരൂശലേം ദൈവാലയം തകർത്ത ശേഷം ഈ പുരോഹിതനെയും കൊണ്ടുപോയി പ്രവാസത്തിൽ വെച്ചിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, 30 വർഷത്തെ ജീവിതത്തിൽ ദൈവവിളി കേട്ട അന്നു മുതൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ജീവിതത്തെ ഒരുക്കിക്കൊണ്ടുവന്ന ഈ ഭക്തന്റെ ജീവിതത്തിൽ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ശത്രു തട്ടി തകർത്ത് നാളുകളായുള്ള പ്രാർത്ഥനയുടെ മറുപടിക്ക് ഇനി ഒരു വഴിയില്ലെന്ന് തോന്നുമാറ് ജീവിതം മുഴുവൻ തകർക്കപ്പെട്ടവന്റെ വേദനയുമായി ഈ മനുഷ്യൻ കെബാർ നദീതീരത്തിരുന്ന വായിക്കുന്നേ. ഇന്ന് രാത്രി ഒരു ദൂത് അവിടെ നിന്ന് ഞാൻ പറയാം. ദൈവമക്കളെ, കെബാർ എന്ന വാക്കിന്റെ അർത്ഥം ചേർന്നിരിക്കുക, പറ്റിയിരിക്കുക എന്നൊക്കെയാ. ജീവിതത്തിന്റെ പ്രാർത്ഥനയുടെ മറുപടി നഷ്ടപ്പെട്ട, മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ, വാക്തത്വം പ്രാപിക്കാൻ അവസരമില്ലാതെ എല്ലാം തകർന്നുപോയി ഈ മനുഷ്യൻ. എല്ലാം തകർച്ചയുടെ മുമ്പിൽ, എല്ലാം തകർന്ന് തരിപ്പണമായതിന്റെ മുമ്പിൽ നിന്ന് ഈ മനുഷ്യൻ ദൈവത്തോട് പറ്റിയിരുന്നു. അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ്: അപ്പോൾ സ്വർഗം തുറന്നു, അവൻ ദിവ്യ ദർശനങ്ങളെ കാണാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ ഞാനൊരു ദൂത ദൈവമക്കളോട് പറയാം, ജീവിതത്തിന്റെ എല്ലാ വഴികളും അടയുമ്പോൾ നീ ദൈവത്തോട് പറ്റിയിരുന്നാൽ നിനക്ക് മുകളിൽ സ്വർഗം തുറക്കുന്നത് നീ കാണാൻ തുടങ്ങുമെന്ന്. ഇന്ന് രാത്രി മറന്നു പോകണ്ട. എല്ലാ വഴിയും അടഞ്ഞെന്ന് വിചാരിച്ച് ഇന്ന് രാത്രി നീ ഭാരപ്പെടണ്ട. നിനക്ക് വേണ്ടി ഉയരത്തിൽ നിന്ന് വഴി തുറക്കാൻ കഴിയുന്ന ഒരു സ്വർഗത്തിൽ ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് ചിലരോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ മനുഷ്യനോട് ദൈവത്തോട് പറ്റിയിരുന്നപ്പോൾ ദൈവം സംസാരിക്കുകയാണ്. എന്താ ചെയ്തതെന്നറിയാമോ? ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു. അന്ന് മുതൽ അവൻ പുരോഹിതനല്ല, പകരം പ്രവാചകനാ. നിങ്ങൾക്ക് എന്തോ മനസ്സിലായെന്ന് എനിക്കറിയില്ല, ഞാൻ അതിനെ ഒന്നുകൂടെ വ്യക്തമാക്കാം. എന്താണെന്നറിയാമോ അതിന്റെ അർത്ഥം? ആ മനുഷ്യൻ പുരോഹിതനായിരുന്നു. പുരോഹിതന് ശുശ്രൂഷിക്കാൻ ആലയം വേണം, പുരോഹിതന് ശുശ്രൂഷിക്കാൻ പുൾപിറ്റ് വേണം, പുരോഹിതന് ശുശ്രൂഷിക്കാൻ ജനം പ്രാകാരത്തിൽ വരണം, പുരോഹിതന് ശുശ്രൂഷിക്കാൻ നിശ്ചയിക്കപ്പെട്ട മാസങ്ങളുണ്ട്, നിശ്ചയിക്കപ്പെട്ട സമയങ്ങളുണ്ട്. ഇതല്ലാതെ പുരോഹിതന് ശുശ്രൂഷിക്കാൻ പറ്റുകയില്ല. പക്ഷേ ഒരു പ്രവാചകന് ശുശ്രൂഷിക്കാൻ പുൾപിറ്റ് വേണ്ട, ഒരു പ്രവാചകന് ശുശ്രൂഷിക്കാൻ ആലയം വേണ്ട, ഒരു പ്രവാചകന് ശുശ്രൂഷിക്കാൻ ജനം വേണ്ട, ഒരു പ്രവാചകൻ ശുശ്രൂഷിക്കാൻ പ്രാകാരത്തിലെ ഒരുക്കപ്പെട്ട സമയം വേണ്ട. ആ പ്രവാചകൻ നിൽക്കുന്ന ഇടം പുൾപിറ്റായി മാറുകയാണ്. രാത്രി എത്രമാർക്ക് മനസ്സിലാകുന്നു? നിന്റെ വഴി പിശാച് കൊട്ടിയടച്ചാൽ, പിശാചിനെ അടയ്ക്കാൻ കഴിയാത്തതുപോലെ നിന്റെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു കരുത്തുള്ള ദൈവമാണ് നീ സേവിക്കുന്ന ദൈവമെന്ന് ഇന്ന് രാത്രി മറക്കരുത്. രക്തത്താൽ ജയം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവം അവന്റെ ഡെസിഗ്നേഷൻ അങ്ങ് മാറ്റി. പിശാചെ, നിനക്ക് ആലയം നശിപ്പിക്കാൻ പറ്റും, പക്ഷേ ഇവന്റെ ഡെസിഗ്നേഷൻ മാറ്റിയാൽ അവൻ നിൽക്കുന്ന ഇടം ശുശ്രൂഷ മേഖലയാകുകയാണ്. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ പറയാം, നിങ്ങളുടെ മേഖലകൾ പിശാച് അടച്ചെന്ന് വിചാരിച്ച്, ദുഷ്ടൻ കൊട്ടി അടച്ചെന്ന് വിചാരിച്ച്, നിങ്ങളുടെ വഴി അടഞ്ഞു പോയെന്ന് വിചാരിച്ച് നിങ്ങൾ ഭാരപ്പെടണ്ട. പിശാചിനെ അടയ്ക്കാൻ കഴിയാത്തത്, മനുഷ്യനെ അടയ്ക്കാൻ കഴിയാത്തത്, ആർക്കും അടയ്ക്കാൻ കഴിയാത്ത നിങ്ങളുടെ ജീവിതത്തിന്റെ മണ്ഡലത്തിൽ തുറന്നു വെക്കാൻ കഴിയുന്ന കരുത്തുള്ള ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കാനിടയാകട്ടെ. രക്തത്താൽ ജയം. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമായി, എല്ലാം തകർന്ന് തരിപ്പണമായി. ഇന്ന് രാത്രി ഞാനൊരു ദൂത് ദൈവങ്ങളോട് പറയാം, എന്നെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നത് കൊണ്ട്. വർഷങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് പിശാച് കൊട്ടിയടച്ചത്. വർഷങ്ങളുടെ തപസ്യയാണ് പിശാച് അപഹരിച്ചു കളഞ്ഞത്. വർഷങ്ങളുടെ ഉപവാസത്തിന്റെ മറുപടിയാണ് ഒടുക്കം അത് പ്രാപിക്കേണ്ട സമയമായപ്പോൾ പിശാച് നമ്മെ തകർത്ത് തരിപ്പണമാക്കിയത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ലോക ചരിത്രത്തിൽ ഇന്നു വരെ പ്രവചിക്കാത്ത പ്രവചനങ്ങളുടെ ഉടമയായി ദൈവം അവനെ മാറ്റി എഴുതി. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട് ഇന്ന് രാത്രിയിൽ?
നിനക്കൊരിക്കലും പ്രാപിക്കാൻ കഴിയാത്ത നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ പിശാച് അപഹരിച്ചു കളഞ്ഞാൽ ആർക്കും തടുക്കാൻ കഴിയാത്ത ജീവിതത്തിന്റെ മണ്ഡലങ്ങളെ, ആർക്കും കഴിയാത്ത മിനിസ്ട്രിയുടെ മേഖലകളെ നിന്റെ മുമ്പിൽ തുറന്നു വെക്കാൻ കഴിയുന്ന കരുത്തുള്ള ഒരു ദൈവമാണ് ഇന്ന് രാത്രി നാം സേവിക്കുന്ന ദൈവമെന്ന് മറക്കരുത്. ആർക്കും ഇല്ലാത്ത തകർച്ച. ഈ വേദപുസ്തകം ഞാൻ ഇങ്ങനെ പറയാം, ജീവിതത്തിൽ പഴയ നിമിത്തം ഒരു പുരോഹിതനും ഇതുപോലെ തകർന്നിട്ടില്ല. ആർക്കുമില്ലാത്ത തകർച്ച അവൻ അനുഭവിച്ചു. പക്ഷെ വേദപുസ്തകം നിങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ ആരും ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷ ആ മനുഷ്യൻ ചെയ്തു. അതിനകത്തൊരു ദൂതില്ലേ? ആർക്കുമില്ലാത്ത പ്രതിസന്ധി നിനക്കുണ്ടെങ്കിൽ ആർക്കുമില്ലാത്ത ദൈവപ്രവൃത്തി നിനക്കുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ആരും കടന്നുപോയിട്ടില്ലാത്ത പ്രതികൂലം നീ അനുഭവിക്കുന്നെങ്കിൽ ആർക്കുമില്ലാത്ത വിടുതലുകൾ നിനക്കുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന യുവക്കളോട് ഞാൻ ഇങ്ങനെ പറയാം, നിങ്ങളുടെ പ്രതിസന്ധി എത്ര വലുതാണോ നിങ്ങളുടെ പ്രൊമോഷൻ അത്രയും വലുതായിരിക്കും. നിങ്ങളുടെ പ്രതികൂലം എത്ര വലുതാണോ നിങ്ങളുടെ പൊസിഷൻ അത്രയും വലുതായിരിക്കും. നിങ്ങളുടെ കഷ്ടതകൾ എത്ര വലുതാണോ അത്രയും വലിയ വിടുതലുകൾ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം വെച്ചിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി മറക്കരുത്. ആർക്കുമില്ലാത്ത പ്രതികൂലം എനിക്കെന്തെന്ന് ഇന്ന് രാത്രി ചോദിക്കണ്ട. ആർക്കുമില്ലാത്ത പ്രതിസന്ധി എനിക്കെന്ന് ഇന്ന് രാത്രി ചോദിക്കണ്ട. ആർക്കുമില്ലാത്തത് ചിലത് നിനക്കുണ്ടെങ്കിൽ ഇന്ന് രാത്രി, ആർക്കുമില്ലാത്ത പ്രതികൂലം നിനക്കുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത ദൈവപ്രവൃത്തികളിൽ കൂടെ നിന്നെ നടത്താൻ കഴിയുന്ന അവൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി നീ അനുഭവിക്കുവാൻ ഇന്ന് രാത്രി ഇടയാക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. എനിക്ക് ആ മനുഷ്യനെ നന്നായി പ്രസംഗിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഞാൻ ആ ഭാഗം വിടുക, സമയത്തിന്റെ പരിമിതിയിൽ നിർത്തണമല്ലോ. ഞാനൊരു 5 മിനിറ്റ് കൂടെ എടുക്കുന്ന ദൈവദാസന്മാരെ അത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഒരു മനുഷ്യനും കൂടെ പറയാം. വേദപുസ്തകം പഠിക്കുമ്പോൾ ഹബക്കൂക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്നാ? 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിച്ച്. 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, ഹബക്കൂക്കിന്റെ പുസ്തകം വേഗത്തിൽ വായിച്ചേ. പ്രവാചകൻ ദർശിച്ച പ്രവാചകം, യഹോവയെ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. അപ്പൊ ഹബക്കൂക്ക് പറയാം, എത്രത്തോളം ഞാൻ നിന്നോട് അയ്യം വിളിക്കുകയും നീ മിണ്ടാതിരിക്കുകയും ചെയ്യും. അപ്പൊ ഹബക്കൂക്ക് കുറെ നാളായി ചോദിക്കാൻ തുടങ്ങിയിട്ട് ദൈവം മറുപടി കൊടുക്കുന്നില്ല. എഗസ്കേലിന് കൊടുത്തില്ല, യെശയ്യാവിന് കൊടുത്തില്ല, യിരെമ്യാവിന് കൊടുത്തില്ല, ആസാഫിന് കൊടുത്തില്ല, ഇയ്യോബിന് കൊടുത്തില്ല, ഹബക്കൂക്കിനും കൊടുത്തില്ല. ഹബക്കൂക്ക് പറയാ, കർത്താവേ ഞാൻ എത്രത്തോളം അയ്യം വിളിക്കുകയും നീ മിണ്ടാതിരിക്കുകയും ചെയ്യും. എത്രത്തോളം ഞാൻ സാഹസത്തെ കുറിച്ച് നിന്നോട് ആവലാതി പറയേണ്ടി വരുന്നു. ഈ മനുഷ്യനോടും ദൈവം മിണ്ടാതായപ്പോൾ ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്ന് പറയുന്ന പദം കേൾക്കണോ? 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചേ. 2:1. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് ഞാൻ അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്ന് ഞാൻ എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. ഞാനൊന്നുകൂടെ വ്യക്തമാക്കാം. ഞാൻ കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്റെ ആവലാതി സംബന്ധിച്ച് എന്തുത്തരം പറയുമെന്നും എന്റെ ഏതും അവൻ കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്നും എന്റെ ആവലാതി സംബന്ധിച്ച് എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടത് ഞാൻ ദൃഷ്ടി വെക്കും എന്ന് പറഞ്ഞാൽ, 1-ാമത്തെ അധ്യായത്തിൽ അവൻ ചോദിക്കുകയാണ്, കർത്താവെ ഞാൻ എത്രത്തോളം നിന്നോട് അയ്യം വിളിക്കേണ്ടി വരും, നീ മിണ്ടാതിരിക്കും. എന്റെ പ്രതിസന്ധി സംബന്ധിച്ച്, എന്റെ സാഹസം, ഞാൻ അനുഭവിക്കുന്ന കയ്യേറ്റം അനുസരിച്ച് ഞാൻ എത്രത്തോളം നിന്നോട് അയ്യം വിളിക്കേണ്ടി വരും. ഈ മനുഷ്യരോട് ദൈവം സംസാരിക്കാതിരുന്നപ്പോ പുള്ളി പറയുന്നത് കേൾക്കും, ദൈവമേ നീ എന്റെ മുമ്പിലുള്ള ഭക്തന്മാരോടൊക്കെ അവരുടെ പ്രതിസന്ധിയിൽ അവർ ചോദിച്ചിട്ട് മിണ്ടാതിരുന്ന ദൈവമാ. ഞാനും കുറെ നാളായി ചോദിക്കാൻ, നീ മിണ്ടുന്നില്ല. പക്ഷേ എല്ലാവരുടെ കൂട്ടുള്ള പരിപാടി എൻ്റെ അടുക്ക വേണ്ട. ഞാൻ നിന്റെ അടുക്കന്ന് പോകണമെങ്കിൽ നീ എന്നോട് മറുപടി പറയാൻ ഞാൻ പോകുകയല്ല. എന്റെ ആവലാതി സംബന്ധിച്ച് ദൈവം എന്നോട് എന്തുത്തരം പറയുന്നു എന്ന് കേൾക്കേണ്ടത് ഞാൻ ദൃഷ്ടി വെക്കും. എന്നോട് സംസാരിക്കാൻ ഞാൻ പോകുകയല്ല. നീ എല്ലാവരോടും ഇടപെടുന്നല്ലോ, എന്നോട് ഇടപെട്ടാൻ പറ്റുകയല്ല. ഈ മനുഷ്യൻ ദൈവത്തോട് റെസ്ലിംഗ് നടത്തുക. ഈ മനുഷ്യൻ റെസ്ലിംഗ് നടത്തുമ്പോൾ ദൈവം അവനോട് സംസാരിക്കുക ആ വിഷയത്തിൽ. എന്താ ദൈവം പറഞ്ഞത്? എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാ പറയുന്നത്. എന്റെ അർത്ഥം, തല്ലുകൊള്ളുമ്പോൾ സ്വോത്രം പറഞ്ഞുകൊണ്ട് പൊക്കോളാം. അതാ എന്റെ പച്ച മലയാളം. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങിയിട്ട് നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് കൈവച്ചു. നല്ല 1-ാം തരം തല്ല്, നല്ല പെരുക്കൻ അടി. നാടൻ ഭാഷ പറഞ്ഞാൽ അടി കിട്ടിയുണ്ട ദൈവത്തോട് കർത്താവെ വേല ചെയ്തിട്ട് എന്നാ ഇങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ പറയാ സ്വോത്രം പറഞ്ഞുകൊണ്ടിരുന്നോളാൻ. മനസ്സിലാകുന്നില്ലയോ? അവൻ പറയാ പരിപാടി കയ്യിലിരിക്കട്ടെ,
അത് നടക്കുകയല്ല. അങ്ങനെ തല്ലുകൊണ്ടുവച്ച് സ്വോത്രം പറഞ്ഞു പോകാൻ പറ്റില്ല. എനിക്ക് ഈ വിഷയത്തിനകത്തൊരു വ്യക്തത വേണം. ദൈവം പറഞ്ഞ മറുപടി കേൾക്കണോ? നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞ മറുപടിയുടെ മുമ്പിൽ ഭക്തനായ ഹബക്കൂക്ക് ആശ്വാസം പ്രാപിക്കാതെ ദൈവസന്നിധിയിൽ മാറിയില്ല. ആ മനുഷ്യരോട് ദൈവം ഹൃദ്യമായി സംസാരിക്കുകയാണ്. 2-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം എന്താണെന്നറിയാമോ? യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട്, അതുകൊണ്ട് സർവഭൂമിയും അവന്റെ മുമ്പിൽ മൗനമായി ഇരിക്കട്ടെ. ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം എന്താ ഇങ്ങനെ വന്നെന്ന് ചോദിച്ചിട്ട് മറുപടി കിട്ടാതിരുന്ന ഭക്തന്മാരോടൊന്നും ദൈവം സംസാരിച്ചില്ല. പക്ഷെ ഹബക്കൂക്കിനോട് പറയുന്ന പദം കേട്ടോ, യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പച്ച മലയാളം, നീ സേവിക്കുന്ന ദൈവം ജീവനുള്ളവനാന്ന്. ഐ ആം സ്റ്റിൽ അലൈവ് എന്നാണ് അതിന്റെ അർത്ഥം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ടായിരുന്നെന്നല്ല, ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ അലൈവ്. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? നിന്റെ വേദന കാണാൻ കഴിയാത്ത, നിന്റെ ഭാരം മനസ്സിലാക്കാൻ കഴിയാത്ത, നീ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ മനസ്സിലാകാത്ത ഒരു ദൈവമല്ല നീ സേവിക്കുന്ന ദൈവം. നിന്റെ ജീവിതത്തിൽ പെട്ടെന്നൊരു മറുപടി കിട്ടാതെ വരുമ്പോൾ നീ ഉള്ളം തകരുന്നു എന്നുള്ളത് സത്യമാണ്. അതിന്റെ അർത്ഥം ദൈവം അത് കാണുന്നില്ലെന്നല്ല, ദൈവം അത് കാണുന്നുണ്ട്. എന്നിട്ട് ദൈവം പറയാ, അതുകൊണ്ട് ഞാൻ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, അതുകൊണ്ട് സർവഭൂമിയും എന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, എനിക്കറിയാം എന്തു ചെയ്യണമെന്ന്. ഇന്ന് രാത്രിയിൽ എന്താ ചിന്ത അറിയാമോ? നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കേണ്ട, എനിക്ക് എന്താ ഇങ്ങനെ വരുന്നെന്ന്. നിങ്ങളുടെ പ്രശ്നങ്ങളെ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നല്ല ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നത്. നിങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ട് മറികടന്നു പോകുന്ന ഒരു ദൈവത്തെ അല്ല നിങ്ങൾ സേവിക്കുന്നത്. നിങ്ങളുടെ വേദന അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്ന ദൈവത്തെ അല്ല നിങ്ങൾ സേവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിർഗുണ പരബ്രഹ്മം പോലെ ചീമട്ട എറിഞ്ഞാലും അവൻ കാഴ്ച വസ്തു കൊടുത്താലും മിണ്ടാതിരിക്കുന്ന പല ദൈവങ്ങളെയും പോലെ ഒരു ദൈവം അല്ല നിന്റെ ദൈവം. നിന്റെ ദൈവം അലൈവാണെന്നാണ്, ജീവനുള്ള ദൈവമാണെന്നാണ്. ഇന്ന് രാത്രി മനസ്സിലാകുന്നോ? ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താണെന്നോ? വേദപുസ്തകത്തിൽ അവൻ ദൈവത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു ചിന്ത ഞാൻ പറയാം. അവൻ നിന്റെ കണ്ണുനീരൊക്കെയും തുരുത്തിയിൽ ശേഖരിച്ചിരിക്കുന്നതാ. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? നിങ്ങളുടെ കണ്ണുനീരിന്റെ അളവ് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ എത്ര കരഞ്ഞെന്ന് നിങ്ങൾക്കറിയാമോ? എന്നാ കരഞ്ഞു തുടങ്ങിയത്? ഞാൻ പറയാം, ശ്രദ്ധിച്ചേ. സാധാരണ ഈ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോ കരയണമെന്നാ. ജനിക്കുമ്പോ കരഞ്ഞില്ലെങ്കിൽ ഡോക്ടർമാർ ഒരു മയവും കൂടെ അടിച്ചു കരയ്ക്കുന്നേ കണ്ടിട്ടില്ല. മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കറിയാം, ഒറ്റ അടിയാ. കാര്യം ജനിച്ചാൽ അന്നേരം കരഞ്ഞോളമെന്നാ. അന്ന് തുടങ്ങിയ കരച്ചില്ല. ഇപ്പൊ ജനിച്ചപ്പോ കരഞ്ഞു, കരഞ്ഞില്ലെങ്കിൽ ഡോക്ടർ അടിച്ചു കരയിച്ചു. അത് കഴിഞ്ഞിട്ട് പുസ്തകങ്ങൾ മേടിച്ചപ്പോ കരഞ്ഞു, പിന്നെ നഴ്സറി വിട്ടപ്പോ കരഞ്ഞു, പിന്നെ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നപ്പോ കരഞ്ഞു, പിന്നെ ജോലി കിട്ടാഞ്ഞിട്ട് കരഞ്ഞു, പെണ്ണ് കെട്ടാഞ്ഞിട്ട് കരഞ്ഞു, പെണ്ണ് കെട്ടിയിട്ടും കരഞ്ഞുകൊണ്ട് നടക്കുന്നു. കരച്ചു തുടങ്ങിയിട്ട് കുറെ ആയതാ. ചോദ്യം, ഇത്ര നാളായി കരയാൻ തുടങ്ങിയിട്ട്? ഇന്ന് വരെ നീ കരഞ്ഞ കണ്ണുനീരിന്റെ അളവ് നിനക്കറിയാമോ? അറിയത്തില്ലെങ്കിൽ വേദപുസ്തകം പറയുന്നത് എന്നറിയാമോ? അവൻ നിന്റെ കണ്ണുനീരൊക്കെ തുരുത്തിയിൽ ശേഖരിച്ചിരിക്കുന്നു. നിനക്കറിയില്ല നിന്റെ കണ്ണുനീരിന്റെ അളവെങ്കിൽ നിന്റെ ദൈവത്തിന് നിന്റെ കണ്ണുനീരിന്റെ അളവറിയാം. ഹല്ലേലൂയ. അതിനെ മറികടന്നു പോകാത്ത, അതിനെ മറന്നു കളയാത്ത ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇന്ന് രാത്രി ഇതിരിക്കാതിരിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്നെന്ന് മറക്കരുത്. അതുകൊണ്ട് ഈ രാത്രി എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നെന്ന് ചോദിക്കണ്ട, എന്തുകൊണ്ട് എനിക്ക് ഭാരമെന്ന് ചോദിക്കണ്ട. നീ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ ഇരിക്കുക. ഈ മറുപടി ആ മനുഷ്യനെ കൊണ്ടെത്തിച്ചത് എവിടെ അറിയാമോ? ഹബക്കൂക്ക് 3:17 വായിക്കുന്ന ഇങ്ങനെ, അത്തവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളി അതിന് ഫലം നൽകുകയില്ല, ഒരു വൃക്ഷത്തിന്റെ ഒരു വൃക്ഷത്തിന്റെ ഫലം നിഷ്ഫലമായി പോകും, ഗോശാലയിൽ കന്നുകാലികൾ ചത്തുപോകും എന്ന് പറഞ്ഞാൽ ആ ഭാഗം ശ്രദ്ധിച്ചു പഠിച്ചാൽ ആ കാലഘട്ടത്തിലുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ. ആ മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ വഴികളാണത്. അങ്ങനെയാണെങ്കിൽ അത് മുഴുവൻ നഷ്ടപ്പെട്ടാലും, എന്താ പദത്തിന്റെ അർത്ഥം? ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം. ഹബക്കൂക്ക് പറഞ്ഞു, എന്റെ ജീവിതത്തിന് മുഴുവൻ മേഖലകളും നഷ്ടപ്പെട്ടാലും ഞാൻ ദൈവത്തിൽ സന്തോഷിക്കും. കാര്യം എന്നറിയുമോ? എന്റെ വിഷയത്തെ അറിയുന്ന ജീവനുള്ള ഒരു ദൈവം എനിക്ക് ഉയരത്തിലുണ്ട്. ഈ രാത്രി കണ്ണുകളെ അടയ്ക്കാം. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ,
നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതാകട്ടെ, നിങ്ങളുടെ പ്രതികൂലങ്ങൾ എത്ര ശക്തമാകട്ടെ, നിങ്ങളുടെ ശോധനകൾ എത്ര കഠിനമാകട്ടെ, നിങ്ങളുടെ വേദനകൾ എത്ര ആഴമുള്ളതാകട്ടെ, നിന്റെ ഭർത്താവിന് മനസ്സിലാക്കാൻ കഴിയാത്ത, നിന്റെ ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, നിന്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകാത്ത വേദനയുടെ ആഴമാണ് നിന്റെ ജീവിതത്തിലെങ്കിലും, ഇന്ന് രാത്രി നീ കരയുന്നത് ആരും കാണുന്നില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണ് നിന്റെ കണ്ണുനീരിനെ കാണുന്നുണ്ട്. നിന്റെ കണ്ണുനീർ അവൻ തുരുത്തിയിൽ ശേഖരിക്കുന്നുണ്ട്. അവൻ ജീവനുള്ള ദൈവമാണ്. അവൻ മറുപടിയുമായി നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന ദിവസങ്ങളുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധി സ്തോത്രം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വചന ചിന്തകളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും വന്ദനം. ഗോഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ ഒത്തിരി സന്തോഷം. കഥാനദാസിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം കേൾപ്പാനിടയായി തീർന്നു. നമ്മൾ അനുഭവിക്കുന്ന പല പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും പുറകിലുള്ള റീസൺസ് എന്തെന്നുള്ളത് നമ്മൾ ഒത്തിരി ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലേ. ദൈവത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവം സംസാരിച്ച ഭാഗവും സംസാരിക്കാതിരുന്ന കാര്യങ്ങളും നമുക്ക് വ്യക്തമായി കേൾക്കാൻ ദൈവം സഹായിച്ചു. എല്ലാവരും നമ്മളെ തന്നെ സമ്പൂർണമായ വചനത്തിന്റെ മുൻപിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങനെ ചില ദൈവപ്രവർത്തികൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ഞങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കർത്താവെ, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, എങ്ങനെ ഇത് സംഭവിക്കുന്നു? കർത്താവെ, ഞങ്ങൾ ഇത്രയൊക്കെ ദൈവസന്നിധിയിൽ വന്നിട്ടും, ഞങ്ങൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ദൈവസന്നിധി ചെയ്തിട്ടും, ഞങ്ങൾ ദൈവത്തോട് ഇത്ര അടുത്തിരുന്നിട്ടും കർത്താവെ, എന്തുകൊണ്ട് ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കൂ എന്ന് ചോദിക്കുന്ന എല്ലാവരോടും ഉള്ള ദൂതാണ് ഈ രാത്രി ഈ മെസ്സേജിനകത്തൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് കൈമാറിയത്. അങ്ങനെയെങ്കിൽ എല്ലാവരും അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തകർക്കാനല്ല, ചില പ്രതിസന്ധികൾ നമ്മളെ ദൈവം മുടിക്കാനല്ല, കർത്താവിന് നമ്മളെ അതിനകത്തൂടെ ഒന്ന് പണിതെടുത്ത് കൊണ്ടുവരാനാണെന്ന് ഇന്ന് രാത്രി കേട്ടല്ലോ. യോബ് എന്ന മനുഷ്യനെ ദൈവം അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കൊണ്ടുവിട്ടു. ദൈവം എന്തിനാണ് യോബിന്റെ ലൈഫിൽ അത് കൊണ്ടുവന്നതെന്ന് ദൈവം പലപ്പോഴും ചോദിച്ചു. പക്ഷെ അവിടെ ദൈവം മറുപടി കൊടുത്തില്ല. പിന്നീട് യെഹെസ്കേലിനെ കുറിച്ച് നമ്മൾ കേൾക്കുവാനിടയായിരുന്നു. യെഹെസ്കേലിന്റെ ലൈഫിനകത്തും ദൈവം മറുപടി കൊടുത്തില്ല എന്ന് കേൾക്കാനിട. ആസാഫിനെ കുറിച്ച് കേൾക്കാനിടയായിരുന്നു. ആസാഫിന്റെ ലൈഫിനകത്തും ദൈവം മറുപടി കൊടുത്തില്ല എന്ന് കേൾക്കാനിടയായിരുന്നു. യെശയ്യാവിന്റെ ജീവിതത്തിനകത്തും ദൈവം യെശയ്യാവിനെ മറുപടി കൊടുത്തില്ല എന്ന് കേൾക്കാനിടയായിരുന്നു. ഹബക്കുക്കിനോടും ദൈവം പറഞ്ഞു. പക്ഷേ ഹബക്കുക്കിന് ദൈവം അതിന് മറുപടി കൊടുക്കുന്നതായി നമ്മൾ കാണാനിടയായിരുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ മുൻപിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഒരു പക്ഷേ ദൈവം നമ്മൾ മറുപടി തന്നില്ല എങ്കിലും ചിലപ്പോൾ ദൈവം നമുക്ക് മറുപടി തന്നിട്ടുണ്ടാവാം. എന്നാൽ എന്തായാലും ദൈവനാമത്തിന് വേണ്ടിയാണ്, ദൈവം അറിയാതെ അല്ല ഇത് സംഭവിക്കുന്നത് എന്ന് രാത്രി നമ്മളെ വ്യക്തമായി പരിശുദ്ധാത്മാവ് മനസ്സിലാക്കുവാനിടയായിരുന്നു. അങ്ങനെയെങ്കിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. രാത്രി പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിച്ചു കൊടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാം. വചനം സംസാരിച്ച കർത്താവിന്റെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നാളെ പകൽക്കാലവും മറ്റന്നാൾ പകൽക്കാലവും വളരെ ശക്തമായ നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് തന്റെ മകനെ ഉപയോഗിക്കേണ്ടതിന്, ശക്തമായ നിലയിൽ ദൈവസഭയ്ക്കകത്തേക്ക് ഭയങ്കര ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടത് ദൈവം നമുക്ക് കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി കർത്താവ് കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. അങ്ങയുടെ അഭിഷക്തനെ കർത്താവ് ഉപയോഗിച്ച് ഇതുവരെയും ദൈവത്തിന്റെ ആത്മാവെ വളരെ ശക്തമായി ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൈവവചനത്തിനായി സ്തോത്രം. കർത്താവെ, അങ്ങയുടെ ദാസനെ ദൈവം ഉപയോഗിച്ചതിനായി സ്തോത്രം. കേൾക്കപ്പെട്ട അങ്ങയുടെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ചോദ്യങ്ങളുടെ പലതിന്റെ മറുപടികൾ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് നൽകിക്കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങനെ ഏൽപ്പിച്ച് സമ്പൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ട് വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കുക കർത്താവ് നൽകിയാട്ട്. കൃപ കൂടിയിരുന്നാട്ട് ദൈവിക അനുഗ്രഹങ്ങൾക്ക് കത്ത് നിറയ്ക്കണമേ, നിലനിർത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ ലൗമി ബ്രദറിന്റെ ദൈവം ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ അഭിഷക്തനെ ദൈവം കർത്താവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന മീറ്റിംഗ് ആദ്യോടന്തം ഇതുവരെയും പരിശുദ്ധാത്മാവെ കർത്താവെ അങ്ങയുടെ ദാസനെ ദൈവം ഉപയോഗിച്ചതിനായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിച്ചാട്ട് കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ബ്ലസ് ചെയ്യുന്ന അനുഗ്രഹിക്കുന്നു. നാളെ പകൽക്കാലം ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രെയർ വളരെ
മകൾ ബ്ലസ്ഡ് ആയി തീരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ സൂക്ഷിച്ചാട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.